ഫിൽ ഹസ്സി അലാ മുജാലസത്തിൽ ഔലിയാഇ വസുഹബത്തി സ്വാലിഹീൻ. ഔലിയാക്കളുടെ മുജാലസ വേണം, അവരുടെ കൂടെ സഹവസിക്കലും ഇരിക്കലും എല്ലാം പെട്ട് അല്ല മേലെ പറയും. അതുപോലെ സാലിഹീങ്ങളുടെ സുഹബത്ത് ഏകദേശം രണ്ടും ഒന്നെ. عن ابن عباس رضي الله عنهما قال قلت يا رسول الله أي جلسائنا خير എന്ന് ചോദിച്ചു. നമ്മളെ ജുലസാ, ജലീസ് ജുലസാ, ഷഹീദ് ശുഹദാ, നമ്മളെ ജുലസായിൽ ആരാണ് ഖൈർ? ഖാല, തങ്ങൾ പറഞ്ഞു, മൻ ദക്കറക്കും ബില്ലാഹി റുഅ്യതുഹു, അദ്ദേഹത്തിന്റെ കാഴ്ച അല്ലാഹനെ ഓർമ്മിപ്പിക്കണം. ഇവർ അല്ലാഹ്ക്ക് ഒരു പ്രിയപ്പെട്ട ഒരാളാണല്ലോ, ഇയാളെ നടത്തവും പുറത്തും എല്ലാം. വസാദ ഫി ഇൽമിക്കും മന്തിഖുഹു, അദ്ദേഹത്തിന്റെ സംസാരം നിങ്ങളെ ഇൽമിൽ വർധനമുണ്ടാക്കി തരണം. സാദാന്റെ ഫായിലാണ് മന്തിഖു, അദ്ദേഹത്തിന്റെ സംസാരം നിങ്ങളുടെ ഇൽമിൽ വർധനമുണ്ടാക്കി തരണം. വദക്കറക്കും ബിൽ ആഖിറത്തി ഇൽമുഹു, അദ്ദേഹത്തിന്റെ ഇൽമ് പരലോകം കൊണ്ട് നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നതാണ്. ഈ മൂന്ന് വസ്ഫത്ത് കണ്ടാൽ തന്നെ അള്ളാഹനെ ഓർമ്മിക്കും. അയാൾ സംസാരിക്കാൻ തുടങ്ങിയ ഇൽമ് വർദ്ധിക്കും. പിന്നെയോ അദ്ദേഹത്തിന്റെ ഇൽമ എന്താക്കും? ആഖിറത്തിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ വസ്ഫത്ത് ആരോ അവരാണ് ഏറ്റവും ഖൈറായ കൂട്ടുകാർ ഇരിക്കാൻ. അത് ഹദീസല്ലേ. قال الحبيب أحمد بن عمر بن سميت رضي الله عنه ونفعنا به وحشره الخير والشر ماضري في الإنسان. ഖൈറും ഷർറും മനുഷ്യനിൽ വിതക്കപ്പെട്ടതാണ്. അതെന്തിനോടാണോ അനുകൂലമായിട്ട് വരുന്നത്, അപ്പോൾ ഖൈറും മുളക്കുന്ന സ്ഥലമുണ്ടാകും, ഷർറും മുളക്കുന്ന സ്ഥലമുണ്ടാകും. രണ്ടുണ്ട്. മദിരി എന്ന് പറഞ്ഞാൽ എന്താണ്? നടിയതാ ഐ മബ്റൂറുൻ. അത് ഹദറമിയായ ഒരു ഭാഷയെന്നാണ് പറയുന്നത്. എന്താണ്? അലിയന്നഹും യുസമ്മൂനൽ ബദ്ര ദരിയൻ എന്ന് പറയും. ഈ വയലിൽ വിത്തിടുന്നുണ്ടല്ലോ, അതിനെ പറയുന്നതാണ്. ഫയഖൂലുന ഫുലാനു യദ്രി അയലഉൽ ബദ്ര ഫിൽ അർളി, ഭൂമിയിൽ വിത്ത് വിതക്കുന്നു. അപ്പം മദ്രി എന്ന് പറഞ്ഞ വിതക്കപ്പെട്ട വിത്താണ് ഏത്? ഖൈറു ഷർറ്. അപ്പോൾ വലാ യദ്ഹറു, അത് വെളിപ്പെടൂല, ഇല്ലാ ബി മുഖാലതതിഹി ലിഗൈരിഹി, മറ്റുള്ള ആളൊക്കെ കൂടുമ്പേ വെളിവാകും. അപ്പം ഫഇൻ ഖാലത്തൽ അഖ്യാറ ലഹറ മിൻ ഫീലുൽ ഖൈർ, സജ്ജനങ്ങളോടൊപ്പം കൂടിയോ എന്ന ഖൈർ വെളിപ്പെടും. വൈൻ ഖാലത്തൽ അശ്റാറ ലഹറ മിൻ ഫീലു ശർരി, അമ്മൻ പറഞ്ഞില്ലേ, ചന്ദനം ചായാലേ ചന്ദനം മടക്കും, ചാണകം ചായാലേ ചാണകം മടക്കും. وقال الشيخ الإمام عبد الله بن علوي الحداد رضي الله عنه ونفعنا به آمين يعلم أن مخالطة أهل الخير, ഖൈറിന്റെ അഹ്ലുകാരോട് നിങ്ങൾ കൂടിക്കലരിലും വമുജാലസതഹു, അവരോടൊപ്പം ഇരിക്കലും തസ്റഅ ഫിൽ ഖൽബി, കൽബിൽ അത് വിതക്കും, മഹബ്ബത്തുൽ ഖൈർ, ഖൈറിനോടുള്ള മഹബ്ബത്താകുന്ന വിത്തിനെന്താകും? വിതക്കും. വതുഈനു അലൽ അമലി ബിഹി, എന്നിട്ട് ആ ഖൈർ കൊണ്ട് അമൽ ചെയ്യാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യും. ഏതുപോലെ തിരിച്ചുക്ക് കമാ അന്ന മുഖാലതത അഹ്ലി ശർരി, ഷർറിന്റെ അഹ്ലുകാരോടുള്ള മുഖാലതയും മുജാലസം തഗ്രിസു ഫിൽ ഖൽബി, ഖൽബിൽ മുളപ്പിക്കും ഹബ്ബ ശർരി വൽ അമല ബിഹി. തിരിഞ്ഞല്ല. ഇനി വഅയ്ദൻ, വീണ്ടും ശൈഖ് പറയുന്നു, മൻ ഖാലത ഖൗമൻ വആശറഹും അഹബ്ബഹും ലറൂറതൻ, ഏതെങ്കിലും ഒരു ഖൗമിനോട് ഒരാൾ കൂടിക്കലർന്ന് അവരുമായി അത് സഹവസിച്ചാൽ നിർബന്ധിതനായിട്ട് എന്താക്കും? അവരോട് മഹബ്ബത്ത് വെക്കും. എപ്പോഴും വെറുപ്പിക്കാൻ കഴിയില്ല. അപ്പൊ സബാബ് നക്കാനു അഖയാറൻ അം നസ്റാറൻ, അവർ ഖൈറുള്ള ആളുകളാവട്ടെ ഷർറുള്ള ആളുകളാവട്ടെ എന്താകും? അവരോട് ഇണങ്ങിച്ചേരും. അപ്പോൾ വൽ മർഉ മഅ മൻ നഹബ്ബ ഫിദ് ദുനിയ വൽ ആഖിറ, ആരെയാണോ സ്നേഹിച്ചത് അവരോടൊപ്പമാണ് ദുനിയാവിലും ആഖിറത്തിലും. അത് ഹദീസാണല്ലോ. قال سيدنا الإمام الهمام محمد بن زيد بن سميت رضي الله عنه وعنفنا به آمين ولا تجالس إلا من تذكرك بالله رؤيته وينهلك إلى الله بحاله وهمته عليك بإذا وجدته. എന്നാ അത് ഹിക്മിൽ പറഞ്ഞതുപോലെ ലാ തസഹബൻ, എന്താണ്? മല്ലാ യുഹ്നിലുക ഹാലുഹു വലാ യദുല്ലുക അലല്ലാഹി മഖാലുഹു എന്ന് ഹിക്മിൽ പറഞ്ഞിട്ടുണ്ട്. അയാൾ മിണ്ടാണ്ടിരിക്കുന്ന ഒന്നും സംസാരിക്കുന്ന അല്ല, ഹാലെന്താക്കും? നിങ്ങൾക്ക് പ്രചോദനം നൽകും. ഇതുപോലെ എല്ലാം ആക്കണമായിരുന്നു എന്നൊരു പ്രചോദനം. ഇത് മാത്രമല്ല, ഓർ നിൽക്കുന്ന സ്ഥലത്ത് ഒരു പ്രഭാവലയമുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ കാണുമ്പോൾ ഒന്നുമല്ല, നമ്മൾ കാണാത്തൊരു പ്രഭാവലയം, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങുന്ന ഒരു പ്രഭാവലയം കാണും. ആ ദ്വാരക്കുള്ളിൽ കഴിഞ്ഞാൽ അതിലേക്ക് നമ്മളെ വിരിക്കുന്ന വലിയ ടവറും ഇതെല്ലാം കാണുന്നില്ലേ? അവിടെ നിങ്ങൾ ഉണ്ടെങ്കിൽ എന്താക്കും? അതിൻ്റെ പവർ നമ്മളെ വിളിച്ചൊള്ളിയുന്നില്ലേ?
ഇവർ ഇബാദത്തും ദിക്റും അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് അള്ളാഹിനെ കൊണ്ട് തവജ്ജുഹാക്കി ചെയ്തിട്ട് ഇഖ്ലാസോട് പ്രവർത്തിക്കുമ്പോൾ റഹ്മാൻ അള്ളാഹിന്റെ പക്കൽ നിന്ന് ഇങ്ങനെ അൻവാർ ഇറങ്ങിയാണ്. ഈ അൻവാർ നമ്മൾ കാണുന്നില്ല, ഉള്ളാക്ക് തിരിയും. ആ ദായരന്റെ ഉള്ളി അങ്ങ് പെട്ട് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മളെയും വലിക്കല. അതാണ് അദ്ദേഹത്തിന്റെ റൂയത്ത് അള്ളാഹിനെ കൊണ്ട് നിങ്ങൾ എന്താക്കണം ഓർമ്മിപ്പിക്കണം. അതാണ് ഇമാം ബക്കറത്തും ബില്ലാഹി റൂയത്തുഹു നേരത്തെ തുടങ്ങിയിട്ടില്ലേ ഹദീസിൽ കണ്ടോ. വയുൻഹിദുക ഇലല്ലാഹി ബിഹാലിഹി വഹിമ്മതിഹി, അദ്ദേഹത്തിന്റെ ഹാല് കൊണ്ടും ഹിമ്മത്ത് കൊണ്ടും അള്ളാഹുവിലേക്ക് നിങ്ങൾ എന്താക്കും പ്രചോദനം നൽകും. 2, അതുകൊണ്ട് അലൈക ബിഹിദാ വജത്തഹു, അങ്ങനെയുള്ള ഒരാളെ കിട്ടിയ നീ മുറുക്കെ പിടിച്ച കൈവിടാൻ പാടില്ല. എന്നിട്ടോ വഅല്ല അലൈഹി ബിൻ നവാജിദ്, അണപ്പല്ല് കൊണ്ട് കടിക്കണം. ഇൻ ലഖീതഹു, അവരെ കണ്ടാൽ വിട്ടുകൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഫഇന്നഹു ലാ അൻഫഅ ലിൽ ഖൽബി വലാ അഅബദ അലൈഹി, നമുക്ക് കൽബിന് ഏറ്റവും നഫ്ഉള്ളതും കൽബിന് എന്തെങ്കിലും ഒരു ശീലം ഉണ്ടാക്കി കൊടുക്കാനും മിൻ മുജാലസത്തി സാലിഹീന വൽ അഖ്യാർ, സാലിഹീങ്ങളോടും അഖ്യാറിനോടുള്ള മുജാലസയേക്കാൾ ഇതില്ല നഫ്ഉള്ള ഒരു കാര്യം കാണുന്നില്ല. വലാ അളറ അലൈഹി, അതുപോലെ തന്നെ മിൻ മുജാലസത്തി ഗൈറുൽ ജിൻസി, ഇവന്റെ ജിൻസൊക്കാത്ത വിഭാഗം ഉണ്ടല്ലോ, അരി മിനൻ അഹ്ലിൽ ഖഫലത്തി വൽ അശ്റ, ഖഫലത്തിന്റെ അഹ്ലുകാർ അശ്റാറിന്റെ അവരോടുള്ള കൂടുതൽ ഞാൻ കാണാം കൽബിന് ദററുണ്ടാക്കുന്ന വേറെ കാര്യമില്ല. വഫിൽ ഹദീസി അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ അവന്റെ ഖലീലിന്റെ ദീനനുസരിച്ചായിരിക്കും. അതാ ഖലീൽ അവന്റെ ഉറ്റ സുഹൃത്ത് ആരാണോ അതിന്റെ ദീനനുസരിച്ചായിരിക്കും. അഖ്റജഹു അഹ്മദ്. വഖദ് ഖീല മൻ സഹിബൽ അഖ്യാറ ജഅലഹു അല്ലാഹു മിനൽ അഖ്യാരി, അതാ ഒരാൾ അഖ്യാറിനോട് കൂട്ടുകൂടി സുഹബത്ത് കെട്ടിയാൽ അവൻ അഖ്യാറിന്റെ കൂട്ടത്തിൽ അള്ളാഹു ആക്കി കൊടുക്കും. വൈകാലമൽ ഇവരുടെ സ്വന്തം അശ്റാറിൽപ്പെട്ട ആളാണെങ്കിൽ, ഇവന്റെ സ്വന്തം എടുത്തു നോക്കിയാൽ അവൻ അശ്റാറിൽപ്പെട്ട ആളാണ്. അഖ്യാറിന്റെ കൂട്ടത്തിൽ കൂടിയാൽ എന്താകും അങ്ങോട്ടേക്ക് ചേർക്കും. അതുകൊണ്ട് ഫൈദാ അസസ്തൻ മുശാഹദത്തിഹിം, അതാ അത് ഇപ്പോഴത്തെ പരിഹാര മാർഗം അതാ. നമുക്ക് വമൻ സഹിബൽ അശ്റാറ, ഒരാൾ അശ്റാറിന്റെ കൂടെ കൂടി അശ്റാറിൽപ്പെടുത്തും. വൈകാലമിൽ അഖ്യാർ, ഇവൻ സ്വന്തം നഫ്സിലേക്ക് നോക്കിയാൽ അഖ്യാറായിരിക്കും എന്നാലും തിരിച്ചു വെച്ച് ഇനി പറയുന്നത് അങ്ങനത്തെ കിട്ടുന്നില്ലല്ലോ, പണിയുണ്ട്. കിതാബ് എടുത്ത് നോക്ക്, സുഹൈബ് മിൻ ഹയാത്തി സഹാബ നോക്ക്, സീറ നോക്ക്, മനാഖിബുകൾ നോക്കിയോ നിങ്ങൾ കൂടെ ഉണ്ടല്ലോ. അതാ فإذا عجزت عن مشاهدتهم ورؤيتهم, അവരെ കണ്ടുമുട്ടാനും അവരെ മുഷാഹദയും നിനക്ക് അസാധ്യമാണെങ്കിൽ, അതല്ല ഇന്നത്തെ പരാതി, ഔലിയാക്കളില്ലെന്നല്ലേ പറയുന്നത്. എന്നാ കമാ ഹുവൽ ഗാലിബ് ഫീ ഹാദൽ സമാൻ, ഈ സമാനിൽ അതാണല്ലോ ഇപ്പോൾ ഉള്ളത്. ഫലാ അഹ്സന മിൻ മുതാലഅതി സിയരിഹിം വഅഖ്ബാരിഹിം വമനാഖിബിഹിം വആസാരിഹിം, അവരുടെ ചരിത്രവും അവർ അഖ്ബാറും അവർ മനാഖിബും അവർ ചെയ്ത പ്രവർത്തനങ്ങളും ഇബാദത്തെല്ലാം നല്ലോണം മുത്താല അങ്ങോട്ട് ചെയ്തു. ഗസാലിമാം പറഞ്ഞാൽ അവിടെ നല്ല കിതാബ് പറഞ്ഞാൽ ഹില്യത്ത് എടുത്ത് നോക്കുന്നതാണ്. ഹില്യത്ത് ഗസാലിമാം അള്ളാഹുവിന്റെ കിതാബും ഹദീസും വഴിക്ക് വേറൊരു മുസന്നഫായ കിതാബിനെ മൂപ്പർ പരിചയപ്പെടുത്തിയെങ്കിൽ ഹില്യത്തെ പറഞ്ഞിട്ടുണ്ട്. ഹിജയിൽ അത്രക്ക് മൂപ്പർക്ക് അംഗീകാരമുണ്ടെന്നല്ലേ. ഖുർആനും ഹദീസും പറയൂ. വേറൊരാളുണ്ടാക്കിയ കിതാബിനെ പറ്റി നോക്കണം എന്ന് പറഞ്ഞത് ഹില്യത്തിലേ കിതാബിൽ കണ്ടു. എന്താക്കണം, ഹെവറിലും സഫറിലും വായുവും വെള്ളവും നീ എങ്ങനെ മൃഗം പിടിക്കുന്ന അതുപോലെ ആക്കണം. അവരെ മഹബത്ത് വെച്ചിട്ട് വായിക്കണം എന്നാണ്. സീറോ വായിക്കുമ്പോൾ അങ്ങനെ വേണ്ടി വെറും കഥ വായിച്ചിട്ട് ആസ്വദിക്കലാക്കാൻ പാടില്ല. അള്ളാഹു നിന്റെ വജുഹിന്റെ വേണ്ടി, അതായത് നീ സ്നേഹിച്ച ഒരാളാണ്, ഇദ്ദേഹത്തിനെ ഞാൻ ബഹുമാനിച്ച് സ്നേഹിച്ചു കൊണ്ടിട്ട് ഞാനിത് കേൾക്കുകയാണ് വായിക്കുകയാണ്. പറ്റുമെങ്കിലും ഒരു വാക്യം ചോദിക്കുമോ, ഈ മറ്റേ ഈസാ മൗലവി വരുന്നതാണ്. എന്നിട്ട് കുറച്ചുകൊണ്ട് പറയാം, അല്ലാഹുമ്മ ഇന്നി ഉശ്ഹിദുക, നിന്നെ സാക്ഷി നിർത്തിയിട്ടാ പറയുന്നു ഇദ്ദേഹം വലിയൊരാളാണെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ നിന്റെ വജുഹിനുണ്ട്, ഞാൻ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നു. ആ ചെറിയ ഇത്രയുള്ള അവസരത്തിൽ ഈസാ മൗലവി വരുന്നെന്ന് പറയാ വസീയത്തിൽപ്പെട്ടതാണ്. ഇത് മനസ്സിലായില്ലേ? എന്നാൽ പിന്നെ അവർ സീറ, അവർ അഖ്ബാർ, മനാഖിബ്, ആസാർ, അത് മുത്താലിനാക്കാണ്, വേറൊന്നും മെച്ചൊന്നുമില്ല. ഇനി وعن سيدنا الإمام العارف بالله حمد بن زيد الحبشي رضي الله عنه ونفعنا الله به قال الفهم نور يشرق في القلب, ഈ ഫഹ്മ് എന്നുള്ളത് കൽബിൽ കത്തി ഉദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നൂറാണ്. ഫഹ്മ് കാര്യം തിരിയുന്നുണ്ട്, ഫഹ്മുണ്ടല്ലോ,
അത്. വലാ യുഅതാഹു, ആ ഫഹ്മിനെ നൽകപ്പെടൂല, ആ നൂറിനെ, ഇല്ലാ മൻ ജാലസ സ്വാലിഹീൻ, സാലിഹീങ്ങളോട് കൂടെ ഇരുന്നാക്കല്ലാണ്ട് കൊടുക്കൂല ഫഹ്മ്. അല്ലെങ്കിൽ ഔ തആല കുതുബഹും, അല്ല അവരുണ്ടാക്കിയ കിതാബ് മുത്താല ചെയ്യണം, എന്നാലേ കിട്ടൂല, വെറുതെ ഇരുന്നാൽ കിട്ടൂല. വഖാല റളിയല്ലാഹു അൻഹു വീണ്ടും പറയുന്നു, മുജാലസത്തു സാലിഹീന അൻഫഉ ലിൽ അബ്ദി, സാലിഹ്യങ്ങളോടുള്ള മുജാലസ ഒരഅബ്ദിന് ഏറ്റവും ഉപകാരപ്രദമാണ്. മിൻ മിഅത്തി എന്നോ ഔഖാല മിൻ അൽഫി എന്നാണോ പറഞ്ഞത്? നിങ്ങൾ 100 അല്ലെങ്കിൽ 1000 എന്തിനാ? ഉസ്ലത്തിൽ ഒറ്റക്ക് പോയിട്ട് ആരോടും കൂട്ടുകൂടാണ്ട് ഉസ്ലത്തിൽ ഇരിക്കുന്നുണ്ടല്ലോ, അത് 1000 തവണ ഇരിക്കുന്നതിനാക്കാണ് ഒരു സാലിഹിനത്ത് പോയിരിക്കലാക്കുന്നത്. എന്നിട്ട് കാല വഖത്തകൂന മുജാലസത്തു ശഖ്സിൻ വാഹിദിൻ, സാലിഹ്യങ്ങളിൽപ്പെട്ട ഒരു ശഖ്സിനോടുള്ള മുജാലസ അൻഫഅ മിൻ മുജാലസ 70,000 70,000 ആള് മുജാലസത്തിനാക്കണം അൻഫഅ. എവിടെയെങ്കിലും വരുന്ന 70,000 സമാൻ തീരുന്നല്ലാണ്ട് ഒന്നും കാര്യം ഉണ്ടാവില്ല. وقال سيدنا الإمام محمد بن حسن العطاس رضي الله عنه പറഞ്ഞു, ولو لم تكن في مجالسة الصالحين, സാലിഹീങ്ങളെ മുജാലസയിൽ ഇല്ലാന്ന് വെക്ക്, ഇല്ല ഖസലത്തും വാഹിദ, ഒരൊറ്റ കാര്യമുള്ളൂ, നലക്കഫത് മതി. സാലിഹീങ്ങൾക്ക് പോയിട്ട് ഒന്നും കിട്ടിയില്ല, ഒരൊറ്റൊന്നും കിട്ടിയില്ല, അത് മതി, അത് നഷ്ടമല്ല. എന്താണത്? വയജ്ജബു ഹമ്മിഹിം വഖുലൂബിഹിം വനിയ്യാതിഹിം ലക, അവർക്ക് അള്ളാഹുവിന് കൊടുത്ത ഒരു ഹമ്മുണ്ട്, അവരുടെ ലക്ഷ്യം, അവരുടെ കൽബുണ്ട്, ആ കൽബെന്ന് അവർക്കൊരു നീയത്തുണ്ട്, അതെല്ലാം എന്താക്കും? നിന്നെ അങ്ങോട്ടേക്ക് വിളിച്ചത്. ആ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അത് മതി. വറഫ്ഉഹാ ഇയ്യാക ഇലാ മനാസിലിഹിം, എന്നിട്ടോ ആ പറയപ്പെട്ട കാര്യങ്ങൾ, ഏത്? ഹമ്മ്, ഖുലൂബ്, നിയ്യാത്ത്, അതാ അത് ഭരിക്കൽ, ഇങ്ങനെ ഉയർത്തൽ, അത് ഫായിലേക്ക് ഇളാഫത്താണ്. ഇയ്യാക മഫ്ഊലാണ്. പണ്ടേ പറഞ്ഞില്ലേ, മസ്തർ എന്താക്കും? ഫായിലേക്ക് ഇളാഫത്ത് ചെയ്താൽ ഇപ്പുറം മഫ്ഊൽ പറയണം. ഇന്ന വലിക്കും ഇലാ മനാസിലിഹിം, അവരുടെ മൻസിലകളിലേക്ക് ഇന്ന ഉയർത്തും. വ ഇല്ല, ഇനി അതും കിട്ടിയിട്ട് നോക്കാം, വെറുതെ. എന്നാൽ ബിഅൻ സലിംത മിനൽ ഖബാത്തിർ റദിയത്തി, മോശമായ ഖവാത്തിനത്തോട് നീ രക്ഷപ്പെടും. അവിടെ ആ ഖവാത്തിനെ അങ്ങോട്ട് എടുക്കൂല, ദുനിയാവിന്റെ ഖവാത്തിൽ ഒന്നും എടുക്കൂല. ചിലപ്പം വിചാരിക്കും കക്കടിപ്പുറത്ത് പോയിട്ട് അവിടെ പോയിട്ട് കുറേ കരഞ്ഞിട്ട് എല്ലാം കൂടെ കുറേ ശിക്കായത്തെല്ലാം പറയണമെന്ന്. കോമ്പൗണ്ടിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ദുനിയാവിൻ്റെ ഒരു ശിക്കായത്തും മനസ്സിൽ ഉദിക്കൽ പോലും പറയാനെന്തെങ്കിലും വേണ്ടേ? ഒന്നും ഉണ്ടാവില്ല. നമ്മളെ അനുഭവമാണ്. ഞാൻ ഉദ്ദേശിച്ച് പോയ കാര്യമൊന്നും നടന്നില്ലല്ലോ, അവിടെ ഉണ്ട്, കാര്യമെല്ലാം മറന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല. ചീത്തയായ ഖവാത്തിനെ തുടങ്ങി രക്ഷപ്പെട്ടു, ഏറ്റവും ചുരുങ്ങിയത്. ഇനി വലൗലം യകുൻ ശൈഉം മിൻ ദാലിക, ഇനി അതും കിട്ടിയിട്ടില്ല എന്നല്ല. എന്നാലോ ഫതക്ഫീക സലാമത്തു മിനൽ മആസി മാ ദുംത ബിഹദ്റതിഹിം, അവരുടെ ഹദ്റത്തിൽ കഴിഞ്ഞു കൊടുത്താലും മാസിയത്തൊന്നും ചെയ്യൂലല്ല, അത്രയും സ്ഥലം രക്ഷപ്പെട്ടു. ഞാൻ ആലോചിക്കുന്നത് വഅനൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല അർബഅത്തുൻ തസീദു ഫിൽ അഖ്ലി, 4 കാര്യങ്ങൾ ബുദ്ധി വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. ഒന്ന് തർക്കുൽ ഫുളൂലി മിനൽ കലാം, ആവശ്യമില്ലാത്ത കലാം ഒഴിവാക്കലാകുന്നു. വസ്സിവാക്കു, 2 മിസ്വാക്ക് ചെയ്യലാണ്. മിനൽ കലാമി വസ്സിവാക്കി എന്ന് വെച്ചല്ലേ, അത് പല തുടക്കണ്ടെന്ന് അർത്ഥം കിട്ടില്ല. തർക്കിന്റെ മുളത്ത് പാക്കണം. 3 വമുജാലസത്തു സ്വാലിഹീന വൽ ഉലമാ, സാലിഹീങ്ങളെ മുജാലസ, ഉലമാന്റെ മുജാലസ. 4 1 തർക്കുൽ ഫുളൂലി മിനൽ കലാമി, 2 സിവാക്ക്, സാലിഹീങ്ങളെ സുഹബത്ത്, ഉലമാന്റെ സുഹബത്ത്. വഅൻ ബഅദി സ്വാലിഹീന, ബഅദു സ്വാലിഹീങ്ങൾ പറഞ്ഞു റളിയല്ലാഹു അൻഹും, ഖാല മൻ സല്ലാ വറാഅ മഗ്ഫൂരിൻ, ദോഷം പൊറുക്കപ്പെട്ട ഒരു വ്യക്തിയുടെ പിന്നിൽ നിന്ന് നമസ്കരിച്ചാൽ ഗുഫിറ ലഹു, ഈ തുടർന്ന് നമസ്കരിച്ചവനും അല്ലാഹു തആല മഗ്ഫിറത്ത് കിട്ടും. വമൻ ബാകല മഗ്ഫൂറൻ, ദോഷം പൊറുക്കപ്പെട്ട ഒരു മഗ്ഫൂറിന്റെ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചാൽ ഗുഫിറ ലഹു, അവനും പൊറുക്കപ്പെടും. വമൻ ജലസ മഅ സ്വാലിഹീന, സാലിഹീങ്ങളോടൊപ്പം ഒരാൾ കൂടിയാൽ വസാദത് റഗ്ബതുഹു ഫി ത്വാഅതി, ത്വാഅത്ത് ചെയ്യാനുള്ള ആഗ്രഹം വർദ്ധിക്കും.
വമൻ ജലസ മഅൽ ഉലമായി ഉലമാക്കന്മാരോടൊപ്പം കൂടിയാൽ ഇസ്ദാദ മിനൽ ഇൽമി വൽ അമൽ, ഇൽമും അമലും വർദ്ധിക്കുന്നു. തിരിയല് അവിടെ താത്തൽ നോക്കി നമ്മൾ തീരുമാനിക്കുന്നില്ല. ദോഷം ഒന്നും ചെയ്യാത്ത ആളെത്ര കാണുന്നുണ്ട്? ജീവിതത്തിൽ ഉറ്റു നോക്കി ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ആളെ നമ്മൾ കാണുന്നുണ്ട്. ഇല്ല, എല്ലാം ആടെ ഇമാമായിക്കിരിക്കലാന്നല്ലോ, അയാൾ ഹലാക്കത്ത് കൊണ്ട്. പക്ഷെ ബറ എന്ന് പറഞ്ഞാൽ വർക്കൊക്കില്ലല്ലോ. ഇവർ ബറാകുമ്പോ അദ്ദേഹത്തിനോട് താബിയായി എന്നുള്ള സൂചന അതിലുണ്ടല്ലോ. ഇപ്പോഴത്തെ ഭക്ഷണം എന്താണ്? തഹസബുഹും ജമിയ ഖുലൂബുഹും ശത്താ എന്നാണ്. ഹോട്ടലിൽ പോയാൽ വിവിധങ്ങളായ ആൾ വിവിധങ്ങളായ സാധനം കഴിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ളത് കൂട്ടത്തിലാണെന്ന് തോന്നും. ഖുലൂബുഹും ശത്താ, സംഘടനാപരമായിട്ട് എടുത്ത് നോക്കിയാൽ അങ്ങനെ തഹസബുഹും ജമീഅൻ, സംഘടിതമാണ് നിങ്ങൾക്ക് താഹിൽ തോന്നുന്നുണ്ടോ? ഖുലൂബുഹും ശത്താ. അവിടെ കഴിഞ്ഞ് ഇവനെ പുറത്താക്കാൻ എന്താ പണി, ഇവനെ മുന്താൻ എന്താ പണി, ഇവനെന്താക്കാൻ പണി, ഇതെല്ലാം അനുഭവിച്ചിട്ട് ഇത്ര മൂട്ട കടിച്ചിട്ട് സഹിക്കാൻ കഴിയാത്ത നമ്മൾ എണീച്ചോന്നു. ഇതിൻ്റെ അടിയിലെ മൂട്ടനെങ്കിലും കാണൂല. അല്ല, നിങ്ങൾ കൂടി നോക്കാൻ അന്നേരം തിരിഞ്ഞു. വഖാല സയ്യിദുന ഇബ്രാഹിം അൽ ഖവാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആരാണ് വലിയ അളന്നൂർ? അൽ ഇമാമുൽ ഖുദുവത്തു അബൂ ഇസ്ഹാഖ് ഇബ്രാഹിം ഇബ്നു ഹമദ് അൽ ഖവാസ്. ഖവാസ് രണ്ടുണ്ട്. ഒന്നാല് അബ്ദുൽ വഹാബ് ഷെഹ്റാനി ഇമാമിന്റെ ഉസ്താദ് ഷെയ്ഖ് അലിയുൽ ഖവാസ്. അതുപോലെ ഒരു ഇങ്ങോട്ടുള്ള ആള് ഷെഹ്റാനി ഇമാം എത്ര വലിയ ആള്. അത് ചെവിട്ടിയ മണ്ണ് കൊണ്ടൊക്കെ നമ്മൾ സൂക്ഷിക്കണം. ഷെഹ്റാനി ഇമാമിന്റെ അവസ്ഥ നോക്കിയാൽ കുറച്ച് ഭാഗത്തിൽ പറയും. മറ്റേ ഖവാദ് സോഫിയിലോറബരി കുറച്ച് വിശദമായി പറയുന്നുണ്ട്. അത് ഇബ്രാഹിം ഖവാസിനുണ്ടാവും. 291 വഫാത്ത്. അപ്പൊ പഴയ ആള് കാന ഔഹദൽ മശായിഖ് ഫീ വഖതി. ആ കാലഘട്ടത്തിൽ ഒരേകനായ ഷെയ്ഖ് അതുപോലെ ഒത്തുകൂട്ടുന്ന ഒരാളുണ്ടാകില്ല. മിൻ അഖറാനൽ ജുനൈദി വന്നൂരി. അബുൽ ഹുസൈൻ നൂരി ജുനൈദുൽ ബഗ്ദാദിന്റെ ഖലീലാണ്. മിമ്മൻ സലക തരീഖ തവക്കുൽ. തവക്കുലിന്റെ തരീഖിലാണ് നോക്കുന്നത്. തവക്കുലിനാന്ന് പറയാൻ തന്നെ ഓരോ ഔലിയാക്കൾക്കും ഓരോ കാര്യമാണ്. ചിലർക്ക് മഹബത്തായിരിക്കും, ചിലർക്ക് തവക്കുലായിരിക്കും, ചിലർക്ക് സൂദായിരിക്കും, ചിലർക്ക് എല്ലാം ഉണ്ടാകാം. വലഹു ഫി സിയാഹാത്തി വരിയാദത്തി മഖാമാത്തും വഖദമുർ റാസിഖ്. ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുക പല റിയാദകളും. അതിൽ മഖാമാത്തും ഖദമുർ റാസിഖും അവർക്ക് പറയാനുണ്ട്. അത് ഇബ്രാഹിം അൽ ഖവാസ് റളിയല്ലാഹു അൻഹു മുബർദ പറയുന്നത്, ദവാഉൽ ഖുലൂബി ഖംസത്തു അശ്യ. ഖൽബിനെ നന്നാക്കാനുള്ള മരുന്ന് 5 എണ്ണമാണ് നമ്മൾ അതുക്കേൽ ഓതിക്കേണ്ടത്. എന്താണ്? ഖുർആനുൽ അദീം, ഖിറാഅത്തുൽ ഖുർആനി ബിതദബ്ബുർ. അതല്ലേ വതിലാബത്തും ബിതദബ്ബുരിൽ മഅന. തദബ്ബുറോട് കൂടിയുള്ള ഖുർആൻ ഓതാകുന്നു. അബദ്ധങ്ങൾ ചറവറല്ല. ഇപ്പൊ എന്താണ് അള്ളാഹ് നമ്മളോട് പറയുന്നത്? ഞാൻ എന്താ തിരിച്ചു പറഞ്ഞ എങ്ങനെയാന്ന് അള്ളാഹ് പറഞ്ഞ നേർക്കാൻ ഞാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മ വായുമൊഴി കൊണ്ട് മാറുമല്ലോ. ഹലാല് ഹറാമ ഹറാമ ഹലാലെല്ലാവർക്കും വായുമൊഴി കൊണ്ട് മാറ്റിക്കളയിലുണ്ട്. അപ്പൊ തദബ്ബുറിന് പല സ്റ്റേജും ഉണ്ട്. എല്ലാം എത്താൻ തന്നെ ചിലപ്പോൾ ഖിയാമത്ത് നാളിനെ വർണ്ണിക്കുന്നത് ഓരോ കൺമുമ്പ് ഖിയാമത്ത് നാളെ ഉണ്ടായിരുന്നു. ഒരു സുഹൃതം കണ്ടായിപ്പോ. 2 ഇഖ്ലാഉൽ ബത്ൻ. ബാത്തിനെ കുറച്ച് ഖാലിയാക്കുക. എന്നുവെച്ചാൽ പട്ടി നടക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. വയറ് പട്ടിണിയെ കൊണ്ട് നമ്മളെ ശല്യം ചെയ്യാൻ പാടില്ല. പഴിച്ചിട്ട് അങ്ങനില്ല, പഴിച്ചിട്ട് എന്നൊക്കെ ഭക്ഷണം കാണുമ്പോൾ എല്ലാം കൊതി വന്ന അത് വേണ്ട. പറഞ്ഞിട്ട് ഇടം വരെയാക്കിയിട്ട് ഇനി അവിടെ വീണ് കിടക്കുന്നതെന്ന് അതും ആകണ്ട. പിന്നെ 3 ഖിയാമുൽ ലൈലിലൊക്കെ അതുക്കേ മോദിട്ടുണ്ട്. ഇത് ദക്കറുൽ ഇമാമുൽ നവവി റളിയല്ലാഹു അൻഹു ഫിൽ അദ്കാറിൽ എടുത്തു പറഞ്ഞതാണ്. തിലാവത്തുൽ ഖുർആന്റെ മഹത്വത്തിൽ അദ്കാറോടുള്ള കിതാബാണ്. ഇനി വമിനൽ ഹികായാത്തിൽ മഅ്സൂറത്തി ഫീ മുജാലസത്തി സ്വാലിഹീൻ. സ്വാലിഹീങ്ങളോടൊപ്പം മുജാലസ ചെയ്തിട്ട് ഉണ്ടായ സംഭവങ്ങളാണെന്ന് പറയുന്നത്. മാ ഹുക്കിയ അനി ശൈഖുൽ കബീർ അബീ സുലൈമാൻ അദ്ദാറാനി റളിയല്ലാഹു അൻഹു. ആരാണ് അബൂ സുലൈമാൻ അദ്ദാറാനി? നമ്മൾ പണ്ടോദിനി സാഹിദു അസ്രിഹി. ആ കാലഘട്ടത്തിലുള്ള സാഹിദാണ് അൽ ഇമാം റബ്ബാനി അബൂ സുലൈമാൻ അബ്ദുറഹ്മാൻ ഇബ്നു അതയ്യത്ത് അൽ അനസി ദാറാനി. 140 ഷാഫി ഇമാമിന്റെ കാല അടുത്തായി. 215 വഫാത്ത്. മിൻ അജല്ലിൽ മശായിഖി.
ശൈഖന്മാരിൽ ഏറ്റവും വലിയ അജല്ലായ ശൈഖ്. വഹസ്സനഹും കലാമ ഫി മആനി സുലൂക്ക്, സുലൂക്കിന്റെ വിഷയങ്ങളിൽ ഏറ്റവും നല്ല കലാമ് പറയുന്ന ആളാണ് ആര്? അബു സുലൈമാൻ ദാറാനി. ബദ്ർ മൗലൂദിനെ തുടക്കം പറയുന്നു ആ ദാറാനി ഇതല്ല, അത് ദബ്ബാനിയാണ്, മുഹമ്മദ് ബിൻ അസ്അദ് ദബ്ബാനി. ചിലവർക്ക് ദാറാനി ആയിക്കൂടെ? ഏതാറാനി ഇതാ ഉറങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞ കിതാബടെന്ന് മുഹഖിഖ് ദബ്ബാനി അവരൊക്കെ അഖായിദുൽ അദുദിയ്യക്ക് ശറഹ് എഴുതിയിട്ടുണ്ട്. അഖായിദുൽ അദുദിയ്യ സഫദ് അലി ഇമാമിന്റെ ഉസ്താദാണ് അദുദ്. അദുദ് അഖീദക്ക് ശറഹ് എഴുതി, നല്ല അഖീദയാണ്. അതിന്റെ ശറഹിലാണ് ആരോഗ്യന് മുഹഖിഖ് ദബ്ബാനി. അതിൽ സഹാബത്തിന്റെ മഹത്വം പറയുമ്പോഴാണ് വദനീങ്ങളിൽ ദ്വാക്കുത്തരമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. മുഹമ്മദ് ബിൻ അസ്അദ് ദബ്ബാനി സിദ്ദീഖി എന്നവരുടെ പേര്. ഇത് കണ്ട് വായിച്ചു എഴുതിയ ആളാ നമ്മ. ആയിക്കൂടെ എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിക്കോട്ടെ എന്നതിന് അന്നഹു ഖാല, മൂപ്പർ പറഞ്ഞു. ആര്? ഇഖ്തലഫ്തു ഇലാ മജ്ലിസ് ബഅദിൽ ഖുസ്സാസ്, ചരിത്രം പറയുന്ന ചില ആളുകളെ പറയുന്നവരുടെ മജ്ലിസിൽ ഞാൻ പോയി, ഇടക്കിടയ്ക്ക് പോകും. ഫഅസ്തറ കലാമുഹു ഫീ ഖൽബി, അവർ പറഞ്ഞ കലാം എൻ്റെ കൽബിൽ നല്ല തഅ്സീർ ചെയ്തു. ഫലമ്മാ കുംതു, ആടുന്ന് മടങ്ങി വന്ന് നോക്കുമ്പോൾ ലം യബ്ക ഫീ ഖൽബി മിൻ ഷൈഇൻ, കൽബിൽ ഒന്നുമില്ല. ചിലരുണ്ട് അവസാനം ക്ലാസ് നേടി കഴിയുമ്പോൾ കൂട്ടയിൽ വെള്ളം കഴിച്ചാൽ മതി, ഒന്നും ആ നരങ്ങ വെക്കുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഒന്നുമില്ല. അങ്ങനെ ഫഉത്തു സാനിയൻ, രണ്ടാമതും പോയി. ഫസമയത്ത് കലാമഹു, അദ്ദേഹത്തിന്റെ കലാമ് കേട്ടു. ഫബഖിയ ഫീ ഖൽബി അസറു കലാമിഹി, അദ്ദേഹത്തിന്റെ കലാമിന്റെ അസർ ബാക്കിയായി ഫിതരിക്ക് വഴിയിൽ. അപ്പൊ കുറച്ച് നീണ്ടുന്നു. സുമ്മ ദഹബ അന്നി, പിന്നെ അത് പോയി. അപ്പൊ നാരങ്ങാൻ സ്ഥലം വരെ എത്തിയിട്ടുണ്ട്. സുമ്മ ഉറ്റു സാലിസ, പിന്നെ മൂന്നാം നമ്പർ പോയപ്പോ ഫബഖിയ അസറു കലാമിഹി ഫീ ഖൽബി, എന്റെ കൽബിൽ അസർ കലാം ഉണ്ടായി. ഹത്താ റജഅതു ഇലാ മൻസിൽ, പുറക്കെത്തുന്നത് വരെ. എന്നിട്ടോ കുറച്ച് നീണ്ടില്ലേ? ഫകസ്സറതു ആലാത്തിൽ മുഖാലഫാത്ത്, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് എതിര് പ്രവർത്തിക്കുക എന്ന ആലാത്തുണ്ടല്ലോ, അതെല്ലാം ഞാൻ പൊട്ടിച്ചു തുടങ്ങി. വലസിൻതു തരീഖ, സാലിഹ്യങ്ങൾ തരീഖ് ഞാൻ പിൻപറ്റി. അപ്പൊ 3 വട്ടം കേട്ടപ്പോ എന്തായി? ജീവിതത്തിലേക്ക് മാറ്റം വരുത്തിയല്ലോ. അപ്പൊ കേട്ടുകൊണ്ടിരിക്കണം. ദക്കറഹു സയ്യിദുനാ ഇമാം അലി ഇബ്നു ഹസൻ അൽ-അത്താസ് റളിയല്ലാഹു തആല ഫി ഖിർതാസ്, ഖിർതാസ് ഒരു കിതാബിന്റെ ഇവിടെ ഉണ്ടത്. ഇനി നോക്ക് രണ്ടാമത്തെ ചരിത്രം. വറുബിയ അന്നഹു മർറ ബിമജ്ലിസ് മൻസൂർ ബിൻ അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ മജ്ലിസിൽ. ഈ മൻസൂർ ആരാന്നറിയോ? അൽ വാഇദുൽ ബലീഗ്, ദിഹയിലുണ്ടത് ചരിത്രം. അൽ വാഇദുൽ ബലീഗ് സാലിഹു അഹദുൽ അഖാബിർ, ഉന്നതരായ ഔലിയാക്കളിൽ ഒരാളാണ് ആര്? മൻസൂർ ബിൻ അമ്മാർ. അബുസരി മൻസൂർ ബിൻ അമ്മാർ ബിൻ കസീർ സുലമിയിൽ ഖുറാസാനി തോഫിയ 200-ാം കാലത്ത്. എത്ര പഴയ ആള്! അസ്ഹാബിമാർ അടുത്തെത്തില്ലേ? അതെ അതെ. കാന അദീമൻ നദീരി, തുല്യതയില്ലാത്ത നിഷ്ഠുല്ലനായ ഒരു വ്യക്തിയാണ്. ഫിൽ മൗഇലത്തി വത്തദ്കീർ, മാദിന്റെ വിഷയത്തിൽ. മിൻ കലാമിഹി, മൂപ്പർ പറഞ്ഞ ഒരു ഹിക്മത്ത്. മൻ ജസഅ മിൻ മസായിബിദ് ദുനിയ, ദുന്യാവിന്റെ മസായിബിന് ഒരാൾ ക്ഷമയില്ലാതെ പൊറുതികേട് കാട്ടുന്നുണ്ടെങ്കിൽ തഹബ്ബലത്ത് മുസീബത്ത് ഫീ, ദീനിലേക്ക് മറിഞ്ഞു വരുമെന്നാണ് പറഞ്ഞത്. മുസായിബ് നമ്മൾ പണ്ടേ അതുകൊണ്ട് അല്ലാഹു മുസീബത്തിന ഫീ ദീനിനാലെ വ്യാഖ്യാനം പറഞ്ഞപ്പോ ദുന്യാവിൽ മുസീബത്തുണ്ട്, ദീനിന്റെ കാര്യത്തിൽ മുസീബത്തുണ്ട്. ദീനിന്റെ കാര്യത്തിൽ ദുന്യാവിന്റെ കാര്യത്തിൽ മുസീബത്തിനെ പറ്റി നബി എന്താ പറഞ്ഞത്? മാ തുഹബിന് അലീന മസായിബദ് ദുന്യ, അത് യഖീൻ കൊണ്ട് പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടാക്കണം, മുസീബത്ത് വന്നോട്ടെ എന്നാ പറയുന്നത്. ദീനിലോ വലാത്തൽ മുസീബത്തിനാ ഫീ ദീനിന, ദീനിൽ മുസീബത്ത് വരാതിരിക്കുകയും പോണെന്നാണ് നമ്മ അത് കുറേ എന്ന് പറഞ്ഞത്. അപ്പൊ ദുന്യാവിന്റെ മുസീബത്തിന് ഒരാൾ ക്ഷമയില്ലാതെ പൊറുതിയോട് കാട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദീനിലേക്കായിട്ട് മറിഞ്ഞാളിയുണ്ട്. അപ്പം വലിയ സ്ഥാനത്തെ ബാധിക്കുക. ഏതാ കിട്ട്? അതാ ഒരു ഗുലാമ് വന്ന് അവിടത്തേക്ക്, മർവാന്റെ ഫായില് മംലൂക്കുൽ ലിബാദി തുജാരി, അദ്ദേഹം ഒരു കച്ചവടക്കാര അടിമകളിൽപ്പെട്ട ആളാണ് ഈ ഗുലാമ്. ഫസമിഅഹു യഖൂലു, മൻസൂർ പറയുന്നത് കേട്ടു.
എന്താ പറയുന്നത്? മന്നഅത ഹാദൽ ഫഖീർ അർബഅത ദറാഹിമ, ഒരുപാട് ഫക്കീറുണ്ട്, ആ ഫക്കീറിന് 4 ദിർഹം കെടുകയാണെങ്കിൽ ദഅഉതു ലഹു 4 ദഅവാത്ത്, 4 ദുആ ചെയ്തു കൊടുക്കാം. വകാന മഅൽ ഗുലാമി 4 ദിർഹം, ഈ ഗുലാമിന്റെ കയ്യിൽ എന്തുണ്ട്? 4 ഉണ്ട്. ഇഹയിലുള്ളതിനൊക്കെ ചെറിയൊരു മാറ്റമുണ്ട്. കിസൈ പറഞ്ഞു, ഇഹയില് കള്ളുകൂടിയന്മാർ കള്ളിന് കടി കൂട്ടാൻ വേണ്ടി 4 ദിർഹം പറഞ്ഞാൽ ഇഹയിലുള്ളത്. അങ്ങനെ പോയി നോക്കുമ്പോ മൻസൂറിന്റെ ബാധ കെട്ടത്, ഈ ഗെയിമിലെ പൈസ മൻസൂറിന്റെ അടുത്ത് 4 ദ്വാപ്പിച്ച്, എന്നിട്ട് എന്താക്കി, ഈ സയ്യിദിന്റെ അടി കിട്ടുമല്ലോ, പിന്നെ കടി വാങ്ങാണ്ട് വന്നാൽ കടിക്ക് പകരം അടി കിട്ടൂല്ലേ, പേടിച്ച് വന്ന് എന്താടാ പോയിട്ടില്ലേ, പോയിന് ഇതിന്റെ പൈസ എന്താക്കിയ അവിടെ മൻസൂറിന്റെ ബാധിന് കൊടുത്തുന്നു. ഇതൊരു ദ്വാരുന്നു. എന്താ ദ്വാരുന്നത്? എൻ്റെ യജമാനൻ കള്ളുകൂടി നിർത്തി കിട്ടണമെന്ന് ഞാൻ ദ്വാരിപ്പിച്ചെന്ന് പറഞ്ഞു. എന്നാ പിന്നെ ഞാൻ ഇന്നോട് കുടിക്കുന്നില്ല, ഓറ് കയറുന്നല്ലേ മതി, പാത്രം എറിഞ്ഞ് പൊളിച്ച്. പിന്നെ രണ്ടാമത് എന്താന്ന്, എനിക്ക് 4 ദിർഹം കൊടുത്തതിന് 4 ദിർഹം എനിക്ക് കിട്ടണമെന്ന് പിടിച്ചോ, 4 ദിർഹം അതാ. ഇനിന്താ പറയുന്നത്, അന്നെ അടിമത്തത്തിന് മോചിപ്പിക്കാൻ തോന്നുന്നു, അന്റെ ഇത്തക്കുലില്ല, നിന്നെ ഇത്തക്കാക്കിയിരിക്കുന്നു എന്ന്. ഇനിന്താ വരുന്നത്, എന്നെയും നിങ്ങളെ എല്ലാവരെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടാൻ വരുന്നത്. അത് പിന്നെ അന്തരയുമ്പോൾ നിൽക്കുന്നത് എനിക്ക് വരാമെങ്കിൽ അവിടെ അന്നും ഇത് കണ്ടുകൂടി നിർത്തിയിട്ട് സ്വർഗാവകാശമായി പ്രവർത്തിച്ചു. മൻസൂറിന്റെ ദ്വാ വലിച്ചത് അത് ഹെയ്യയിലുണ്ട്. ഇത് കുറച്ച് മുമ്പ് ഇഷ്ടിച്ചറിയില്ല, ഇത് ഇതിനാണ്. അങ്ങനെ വക്കാന അത് ബഅസഹു മൗലാഹു ലിയഖുദ ലഹു ബിഹാ ഹജ, ആ 4 ദിർഹം ഉപയോഗിച്ച് എന്തോ ഹാജത്ത് വാങ്ങാനാ പറഞ്ഞേച്ചത്. ഫദഫഅ ഇലൽ ഫഖീർ, അത് ഫഖീറിന് കൊടുത്തു. ഫദഅ ലഹു, അങ്ങനെ മൻസൂർ ശൈഖ് റളിയല്ലാഹു അൻഹു ദുആയിരുന്നു. വറജ ഇലാ സയ്യിദിഹി ബിലാ ശൈഇൻ, ഒന്നും സാധനം വാങ്ങാതെ മടങ്ങി വന്നില്ലേ. ഫസഅലഹു അനി ദഅവാതി അല്ലതി ദഅ ബിഹാ, മൻസൂർ എന്തൊക്കെയാണ് ദുആ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ ചുരുക്കത്തിൽ അതങ്ങനെ എല്ലാം ഉണ്ടാക്കി ഒറ്റ ചുരുക്കലി. ഫഖാല അല്ലൂലാ യുഖല്ലിസനി അല്ലാഹു മിനൽ റിഖി, അടിമത്തത്തിൽ നിന്ന് അള്ളാഹുവിനെ മോചിപ്പിക്കാൻ ദുആയിരുന്നെന്ന് ഫഅതഖഹു ഇതഖിൽ. വസ്താനിയ അൻ യുഖല്ലിഫ അല്ലാഹു അലൈഹി ദറാഹിമ, എനിക്ക് ദിർഹം പകരം കിട്ടണമെന്ന്. ഫഖാല ലക 4000 ദിർഹം, ആ 4000 ദിർഹം പിടിച്ചോന്ന് കൊടുത്തില്ലേ. സാലിസ ഖാല അൻ യതൂബ അല്ലാഹു അലൈഹി വ അലൈക, എൻ്റെ മേലിലും നിങ്ങളുടെ മേലിലും അല്ലാഹു തൗബ നൽകണമെന്ന്. ഫഖാല ഇന്നി തുബ്തു ഇലല്ലാഹ്, ഞാൻ തൗബ ചെയ്തിരിക്കുന്നു. റാബിഅ അൻ യഗ്ഫിറല്ലാഹു ലീ വലക വലിൽ മുദക്കിരി വലിൽ ഖൗം, എനിക്കും അല്ലാഹു പുറത്തു തരണം, നിങ്ങൾക്കും പുറത്തു തരണം. ആ ബഅദ് പറഞ്ഞ അമ്മാറിന് പുറത്തു കൊടുക്കണം, കേട്ട ജനങ്ങൾക്കും പുറത്തു കൊടുക്കണം. ഫഖാല റജുൽ അമ്മാ ഹാദിഹി, ഈ 4ാമത്തെ ഫലൈസത്തി ഇലയ്യ, എനിക്ക് ചെയ്യാൻ തന്ന കാര്യമല്ലല്ലോ. അപ്പൊ കിസ്സ ഏകദേശം എന്താക്കി ചുരുക്കി പിടിച്ചു. ഫലമ്മാ നാമ റജുലു, ആ റജുൽ ഉറങ്ങിയപ്പോൾ റഅ ഫീ മനാമിഹി, അദ്ദേഹത്തിന്റെ മനാമിൽ കാണുന്നു, അൽ ഹഖ സജ്ജവല്ലാനെ കാണുന്നു. ഫഖാല അതുറാക തഫ്അലു മാ ഇലൈക വലാ അഫ്അലു മാ ഇലയ്യ, നിനക്ക് സാധ്യമാകുന്ന കാര്യം നീ ചെയ്തപ്പോൾ എന്നിലേക്കുള്ള കാര്യം ഞാൻ ചെയ്യൂല എന്ന് വിചാരിച്ചു പോയിട്ടുണ്ടോ? കിട്ടി. എല്ലാവർക്കും ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട്. അത് മിനൽ ഫുസൂലുൽ ഇൽമിയ്യത്തി ലിൽ ഇമാമിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ ഫുസൂലുൽ ഇൽമിയ്യ റിസാലന്റെ പേരാണ്. അപ്പം എന്താ, ഈ അമ്മാന്റെ ആ മജ്‌ലിസിൽ പങ്കെടുക്കുകയും ഒരു ദുആ കിട്ടലോടുകൂടി സകലയാളും നേരെയായിപ്പോയി. കൂടിപ്പോകും പറയണേ. വഖാല നഫഅനല്ലാഹു ബിഹി, ഇനിയും ഇമാം ഹദ്ദാദ് തങ്ങൾ പറയുകയാണ്, അലൈക ബിസുഹബത്തിൽ അഖ്യാർ, സജ്ജനങ്ങളുടെ സുഹബത്ത് നീ മുറുകെ പിടിക്കണം. വത്തഅദ്ദുബ ബി ആദാബിഹിം, അവരുടെ ആദാബ് കൊണ്ട് നീ ആദാബ് ശ്രദ്ധിക്കണം, അവർ ചെയ്യുന്ന ആദാബ് കണ്ടുപിടിക്കുക. വലിസ്തിഫാദത്ത് മിൻ അഖ്വാലിഹിം വഅഫ്ആലിഹിം, അവരുടെ കൗലുകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും നീ കുറെ ഫായിദ നേടിപ്പിടിക്കണം. 3 വസിയാറത്തിൽ അഹ്യാഇ വൽ അംവാതി മിൻഹും, അതിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവരെയും സിയാറത്ത് ചെയ്യണം, അംവാത്തിനെയും സിയാറത്ത് ചെയ്യണം. ജീവിച്ചിരിക്കുന്ന സിയാറത്തിയാകില്ല, സിയാറത്ത് എന്ന് പറഞ്ഞാൽ സന്ദർശിക്കാൻ പോക്കുന്നേ ഉള്ളൂ. നമ്മൾ വിചാരിച്ചത് 2 മീസങ്കല്ലു ഒരു കൂമ്പാലെല്ലാം അവിടെ പോകണം നല്ല സിയാറത്താവുന്ന, അങ്ങനെ ഉണ്ടാകും. അത് നമ്മളെ കുറേ ധാരണകളുടെ ഉടുപ്പാടെല്ലാം മാറ്റാനുണ്ട്. പക്ഷെ എന്ത് വേണം, മാ തഅദീമിൽ ബാലിയ,
അങ്ങേയറ്റത്തെ അലീമ് വേണം ലഹും അവരോട്. കണ്ടാ അവരിൽ ഹുസ്റുൽ വെക്കണം. എങ്ങനത്തെ സാദിഖായ ഹുസ്റുൽ. നല്ല ആളായിരിക്കും, ഒരുപക്ഷെ മോശക്കാരനാണെങ്കിലോ അല്ലാഹു അഅലം, ഇതൊന്നും പറ്റൂല. ഇങ്ങനെ വന്നാൽ സിയാറത്ത് ചെയ്ത ആളുകൾക്ക് ഇന്തിഫായ് കിട്ടും. ചെയ്യുന്നുണ്ടല്ലോ. അവരുടെ ഭാഗത്തിൽ നിന്ന് മദദ് ഇങ്ങനെ കോരിച്ചൊരിഞ്ഞു തരും. അപ്പൊ സംശയിക്കാൻ പാടില്ല. സംശയം കടപ്പോണ്ട. കമ്മിറ്റിക്കാർ വന്നിട്ടുണ്ടാക്കിയതാണോ അല്ല ബ്രണ്ട് മീസാനാണോ ഇതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടാ? ഏതായാലും പോയിട്ട് വരാം, നമുക്ക് പോയാൽ ഒരു പാത്തിയ എന്താന്ന് കിട്ടിയെങ്കിൽ കോള് കഴിഞ്ഞാലൊരു കല്ലങ്ങ് പോയി കിട്ടിയെങ്കിൽ പൊരുത്ത വാങ്ങാൻ കിട്ടൂ. ഇതൊന്നും പറ്റാത്ത പരിപാടിയാണ്. ജക്കീം നമുക്ക് പറയാൻ കഴിയും. അല്ലാണ്ട് കേൾക്കുന്ന കഴിച്ചെങ്കിൽ നമുക്ക് പറയുന്നു. ഇനി എന്നാ ചോദിക്കുന്നു, ചിലർ പോയിട്ട് കിട്ടുന്നൊന്നും കാണുന്നില്ലല്ലോ, ഈ ഭാഗത്ത് എന്തോ കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതാ ഈ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് ഇന്തിഫാ കുറഞ്ഞത് എന്തുകൊണ്ട്? സാലിഹ്യങ്ങളെ കൊണ്ട്. കുറഞ്ഞു പോയി എന്ന കാരണമാണ്. കണ്ടാ ലഹും. രണ്ട് അവരുടെ ഹുസ്നുൽ-ളന്നിന്റെ ബലഹീനത നേരത്തെ കൊണ്ട് സാധിക്കുമായിരിക്കണം, അത് വന്നിട്ടില്ല. അതുകൊണ്ട് അവരുടെ പക്കൽ നിന്ന് കിട്ടുന്ന ബറക്കാത്തിന് തടയിടപ്പെട്ടു പോയി. വലം യുശാഹിദു കറാമാത്തിഹിം, അവരുടെ കറാമത്ത് എനിക്ക് അനുഭവിക്കാനും കഴിയുന്നില്ല. ഇതെല്ലാം വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഇപ്പം എന്നിട്ടോ ഇവന് തീരുമാനം കേൾക്കാത്ത ഔലിയൊന്നുമില്ല, അപ്പൊ എന്തെല്ലാം പോക്കാന്ന്, എന്ത് ചെയ്യാൻ, എന്ത് ഫലം. ഞാൻ എത്ര യാസീനുണ്ട്, ഞാൻ എത്ര നേരത്തെ തലവിഞ്ഞിട്ട് നിങ്ങളുടെ കാണാം ഒന്ന് പണ്ടാൻ പറ്റില്ല. എന്തുള്ളത് നെല്ലെടുത്തിനെ പെട്ടിയിലിട. എന്നിട്ട് അവർ ഊഹിക്കാൻ തുടങ്ങി, ഈ കാലഘട്ടം ഔലിയാക്കളെ തൊട്ട് ഖാലിയാന്ന്, ഔലിയൊന്നുമില്ല തീരുമാനമെടുത്തു. എന്നാൽ അള്ളാഹുവിന്റെ ഔലിയാക്കൾ റളിയല്ലാഹു അൻഹു ബിഹംദില്ലാഹി, അള്ളാഹനെ സ്തുതിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, കസീറൂന ധാരാളമുണ്ട്, മാഹിറൂന അവർ മാഹിറായവരുമുണ്ട്, മഖ്ഫിയൂന മറഞ്ഞു കിടക്കുന്നവരും ഉണ്ട്. വലാ യഅരിഫുഹും അവരെ തിരിയൂല ഇല്ലാ മൻ നവറല്ലാഹു ഖൽബഹു ബിഅൻവാരി തഅലീം, അവരോടുള്ള തഅലീമിന്റെ അൻവാറ് കൊണ്ടും ഹുസ്നുൽ കൊണ്ടും ആരുടെയെങ്കിലും കൽബ് പ്രകാശിച്ചവർക്ക് മാത്രമേ ഔലിയാനെ തിരിയുള്ളൂ. അപ്പൊ വേണ്ട സാധനം പിടിക്കിയിട്ടില്ല. ഇവിടെ ആദ്യം ചരിത്രം പഠിക്കുക, എന്നിട്ട് നല്ലതിന് മനസ്സിലാക്കിയിട്ട് പോകാം. മൗലൽ ബുഖാരി തങ്ങൾ ആര്, ഉമർ ഖാദി ആര്, മുഹമ്മദ് ഖുതുബുസ്സമാൻ ആര്, അഹ്മദുൽ ബുഖാരി ആര്, ആദ്യം പഠിക്കാം. പൊന്നാനിയിൽ ആര് പഠിച്ചിട്ടുണ്ടാക്കുക. നല്ല ഹുസ്നുൽ തന്നെ വെച്ചിട്ട് പോയാൽ കൈന്നറിയ വാങ്ങിയിട്ടെങ്കിൽ വരാം. എന്താ വഖദ് ഖീല അൽ മദദു ഫിൽ മശ്ഹദ് എന്നാണ് ഒരു അർത്ഥവാക്യം. അള്ളാഹിന്റെ വക്ക ഔലിയാക്കളെ വക്കെന്ന് കിട്ടുന്ന മദദ നിന്റെ വക്കയുടെ മഷ്ഹദിലാണ്. മഷ്ഹദ് എന്ന് പറഞ്ഞാൽ നീ അവരെ പറ്റി എന്ത് മനസ്സിലാക്കി, ഏത് റുത്തുബിലാണ് വിലയിരുത്തിയത്, ആ മഷ്ഹദിലാണെന്നുള്ളത് മദദ് കിടക്കുന്നത്. കുറച്ചും കൂടെ അതാണ് നോമടി. ഇനി വഖാല ബഅദുൽ ആരിഫീങ്ങൾ പറഞ്ഞു, മൻ അറാദ അൻ യൽഫറ ബിൽ ഖൈരി കുല്ലിഹി മിൻ മുജാലസത്തിൽ ഔലിയാ, ഔലിയാക്കളെ മുജാലസയിൽ കൂടി സകല ഖൈറും കിട്ടണം എന്നൊരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നോക്ക്, ഫലഹി ബിസലാസിൻ, 3 കാര്യം മൃഗ പിടിച്ചോ. എന്താണ്, എന്തൊരു മുസന്നിഫാണ് നമ്മൾ മുസന്നിഫ്. 1 അല്ലാ യസ്രിഫ ഹമ്മഹു അൻഹും, നിന്റെ ശ്രദ്ധ അവരെ തൊട്ട് തെറ്റാൻ പാടില്ല. നിന്റെ ശ്രദ്ധ നിൽക്കുന്ന രീതി ചെയ്യണം. തന്നെ നോക്കിയിട്ട് അടിക്കണം. ആടെ നിന്റെ ഫോൺ വിളിക്കലും അവിടെ എണിച്ചു പാക്കും, അപ്പുറം പോയിട്ട് ഇപ്പം പോയിട്ട് ഇവിടെ വർത്താനം പറയലും ഒന്നും ശരിയല്ല. ഫഇന്നഹും യൻദുറൂന ഇലൽ ഖൽബി, ഓർ നിന്റെ കൽബിലേക്ക് നോക്കുന്നുണ്ട്. കമാ തൻദുറുൽ മാഅ ഫി സുജാജി, ഒരു കുപ്പിക്കകത്ത് വെള്ളം ഒഴിച്ച് വെച്ചാൽ പുറത്ത് നോക്കിയാൽ കാണൂല. കുപ്പിയകത്തുള്ള പടിയാകട്ടെ, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കമന നിങ്ങളെ കൽബകം എന്നോവർ. എന്താ കുപ്പിക്കകത്ത് കളിച്ചാൽ ചായയാണോ കാപ്പിയാണോ? അവർക്ക് കൽബിനെന്ത് ഹിജാബില്ല.
എക്സ്റേ ആണ്. നിങ്ങൾ പോയിഞ്ഞ് കെട്ടിയിലെല്ലാം കൂടെ പാക്ക് ചെയ്തിട്ടുണ്ടാണ്ട് എയർപോർട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പുറത്തൊന്നല്ലേ പിടിക്കുന്നത്, ഇതിനുള്ളിൽ എന്താ കൊണ്ടെന്ന് പറഞ്ഞിട്ട്. ആ, ഇവർക്ക് അള്ളാഹിനെ 100 കൊണ്ട് സ്കാൻ ചെയ്തിട്ടുണ്ട് ഇവനെ കൽബിൽ എന്താ ഉള്ളത്, ഇവനെന്തിനാ വന്നത്. അതുകൊണ്ട് ശ്രദ്ധ മാറാൻ പാടില്ല. വലാ യുതാലിബുഹും ബിൽ ഇസ്മത്തി, അവർക്ക് ഇസ്മത്ത് ഉണ്ടാകണമെന്ന് നീ ആവശ്യപ്പെടാൻ പാടില്ല. എല്ലാ ദോഷങ്ങളൊക്കെട്ടും മഅ്സൂമായ ആളെ ഞാൻ കാണാൻ പോകുള്ളൂ, അങ്ങനെ വെച്ചൂടാ. മഅ്സൂമികളാരി അംബിയാ മുർസലീങ്ങൾ, ഔലിയാക്കൾ മഹ്ഫൂലീങ്ങളാണ്. നമുക്ക് നാഹിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവർ എന്താക്കും, 1000 ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് അസ്തഗ്ഫിറുല്ലാഹി ദുനൂബി ഹംദ പുറത്തു കൊടുത്തിട്ടുണ്ട്. ഇസ്മത്ത് വേണമെന്ന് നീ കർശനം പിടിക്കാൻ പാടില്ല. 3 അവർ ഫൈനഹും മഹ്ഫൂലൂന, അവർ മഹ്ഫൂലീങ്ങളാണ്. 3 വഅല്ലാ യസ്മഅ തൻഖീസഹും ലിൽ ഗൈരി, മറ്റാരെങ്കിലും കുറവ് പറഞ്ഞിട്ടെങ്കിൽ അതിലേക്ക് ശ്രദ്ധിക്കാൻ പാടില്ല. ആകാക്കളെ ശത്രുക്കൾ എന്താക്കും, എന്തല്ലോ കുറവ് പറയും, അവർ അങ്ങനെയാന്ന് ഓടിങ്ങനെ പിന്തിരിപ്പിച്ചു, അതിലേക്ക് നീ ശിബ കൊടുക്കാൻ പാടില്ല. ഓരെന്താ അടിസ്ഥാനത്തിലാണ് പറയുന്നുണ്ടാവില്ലേ, എന്തൊക്കെ അവിടുത്തെ പറയും, കറുത്ത ഉപ്പാട്ടിൻ്റെ പോലും ഇനി ഉപ്പാട്ടിൻ്റെ പോലും കറുത്ത ഉപ്പായം പുറത്താണെങ്കിൽ വെളുത്ത മനസ്സോർക്കുണ്ടല്ലോ. അല്ല അവരിപ്പം പറഞ്ഞേ കറുത്ത ഉപ്പാടുന്നതിന് ഓർക്കെന്തോ ലക്ഷ്യം ഉണ്ടാവും. ഫൈന്നഹും ഇന്നമാ യുരീദൂന ബിദാലിക തക്മീല, കണ്ടോ. അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അവരെ തക്മീലിനെ ഉദ്ദേശിക്കുന്നു, മറ്റുള്ളവരെ പരിപൂർണമാക്കൽ. വലിൽ വലിയ അൻ യതകല്ലമ ഫീ മൻ ദൂനഹു വലൗ ബിമൻസിലത്തിൻ. അപ്പോൾ ഒരു വലിയൻ എന്താക്കുക, അവരെ താണ ആളിലേക്ക് വലിയൻ പറയാൻ അധികാരം ഉണ്ടാവും. എന്താണ് അവരെ തിരുത്തലാവും ഉദ്ദേശിക്കുന്നത്. അത് കേട്ടിട്ട് ഇവർക്ക് കുറ്റുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു മദ്രസ ക്ലാസ് നടക്കുന്നു, അധ്യാപകൻ എന്താക്കിയാണ് മുതിർന്ന വിദ്യാർത്ഥിനെ ഉസ്താദ് അവിടെ പിടിച്ചാക്കി നീ പോയിട്ട് അവിടെ പഠിപ്പിക്കുന്നു അല്ലേ. അപ്പം വലിയ ഉസ്താദ് ഇയാളെ ശിഷ്യനാണ്, ഇവർക്ക് മറ്റൊരു ശിഷ്യന്മാരാണ്. അപ്പം വലിയ ഉസ്താദ് എന്താക്കിയെന്നറിയോ, ഇയാളെന്തോ പറഞ്ഞപ്പോ എന്താക്കി കുട്ടികളെ അങ്ങോട്ട് പറയുക, വലിയ ഉസ്താദ് കലമ്പിയ ആളാണ്, അതുകൊണ്ട് നമുക്ക് നോക്കുന്ന കലമ്പ. അപ്പൊ വലിയ ഉസ്താദിന്റെ ഉദ്ദേശം ഇയാളെ ശിഷ്യനായി കൊണ്ടെന്തെങ്കിലും നേരെയാക്കലാണ്. അത് ഏറ്റുപാടിയിട്ട് എന്താക്കാൻ പറ്റൂല, അവരുടെ കീഴിൽ പഠിക്കുന്ന ഈ ഉസ്താദിനെ കുറ്റപ്പെടുത്താൻ പറ്റൂല. അതിനെ ഇവിടെയും പറഞ്ഞത്, എന്തെങ്കിലും മനസ്സിലെ ചുരുങ്ങിപ്പോയാൽ ആ വലിയനെന്താക്കുക, അദ്ദേഹത്തിനോട് സംസാരിക്കാം. അത് കേട്ടിട്ട് മറ്റേ ആള് കലമ്പിയാളാന്ന് ഇപ്പ ജന്മദിനം ഓർത്തു പോന്നു. قال الإمام الشيخ أبو الحسن الشاذلي رضي الله عنه على مبرأ الولي الكبير أستاذ العارفين القطب الفرد الإمام أبو الحسن علي بن عبد الله بن عبد الجبار الشاذلي المغربي رضي الله عنه 591 ജനിച്ച് 656 വഫാത്ത്. ആരാ? ഇമാം സാദത്ത് ഷാദുലിയ്യ, അറിയാലോ. അനന്തം വെക്കണ്ട. വമൻ നമ്മത്ത് ബറക്കാത്തുഹല്ലാഫാത്ത്, ലോകം മുഴുവനും ബറക്കാത്ത് പകർന്ന ആരാണോ ഒരു നേതാവ്. സാഹിബിൽ ഔറാദിൽ ജലീലത്തിൽ ഹിസ്ബുൽ ബഹർ പോലത്തെ ഒരുപാട് അഹ്സാബുകളും ഔറാദിന്റെയും രചയിതാവ് എന്ന് പറഞ്ഞാൽ ഒരു ഇൽഹാം എന്നതല്ലോ, അള്ളാഹു നോക്കുന്ന കിട്ടുന്നത് ഇരിക്കാണ്ടാക്കൽ മാത്രം വന്നു. മൂപ്പർ പറയുന്ന ഇദാ ഹദർതും ദർസ അഹദിൻ മിനൽ ഉലമാഇ അവ സ്വാലിഹീൻ, സാലിഹീങ്ങളുടെയോ ഉലമായിൻ്റെയോ ദർസ് നീ പോയി, വലം തഫഹമൂ ശൈഅൻ മിൻ കലാമി, ഓറ് പറയുന്നൊന്നും തിരിയുന്നില്ല, എന്നാലും അപ്പൊ സല്ലിമൂലഹു ഞങ്ങൾ സമ്മതിച്ചേ, ഓറ് തിരിഞ്ഞാളും നീ തിരിയാത്ത ആളും ഞാൻ സമ്മതിച്ചെടുത്താളാ. വയ്യാക്കും അന്തക്കോലോ ലൈസ ഫീ കലാമി ഹാദാ ഫായിദ, ഈ പറഞ്ഞ ഒരു കലാമിൽ ഒരു ഫായിദും ഇല്ല എന്നെനിക്ക് പറയാൻ എനിക്ക് അധികാരമില്ല എന്നാ പറഞ്ഞു. എന്തുകൊണ്ട്? നീ അല്ലാത്ത വേറാളെ സദസ്സിലുണ്ട്, ഓരോടായിരിക്കും സംസാരം. ഇപ്പൊ സർഹന്ത് ഇമാമിന്റെ മക്തൂബാത്ത് നോക്കിയാൽ നമുക്കൊരു കലിമത്ത് പോലും തിരിയാത്ത മക്തൂബാത്തുണ്ട്. മുത്തഫലി തോന്നിയ കുട്ടിക്ക് തിരിയുന്നതും ഉണ്ട്. സർഹന്ത് ഇമാമിന്റെ മക്തൂബാത്ത് അതാ 3 കൊല്ലം. എന്താ അതിന്റെ മുത്തതാടെ ഖബറാടെ ഒന്നും തിരിയാത്തുണ്ട്. അതിനകത്തൊരു കുറവുണ്ടെന്നാ അതെന്താന്ന് ഓറപ്പോലത്തതും അതിനേക്കാണ് ആരീയമായിട്ടുള്ള സംസാരം എന്നത്. അത് നമുക്ക് തിരിയൂല. കുട്ടികളോട് പറയുന്നുണ്ട്
മോനെ കുഞ്ഞുമോനെ എന്ന് വിളിച്ചിട്ട് പറയുന്നുണ്ട്. അയ്യഹൽ വല്ലതും ഒരു കിതാബുണ്ട്, കുട്ടികളുടെ ഉപദേശം. അതാ പറയുന്നത് ഫൈനൽ മലായിക്കത്തെ വൽ ജിന്ന യഹ്ദുറൂന, അള്ളാഹുവിന്റെ മലായിക്കത്തുകളും ജിന്നുകളും യഹ്ദുറൂന ദുറൂസൽ ഉലമായി വസ്സാലിഹീൻ, ഉലമാക്കൾ സാലിഹീങ്ങളെ ദർസിൽ പങ്കെടുക്കുന്നുണ്ട്. ഫറുബ്ബമാ കാന ദാലിക്കൽ ആലിമു അസ്സാലിഹു, നീ കാണാൻ പോയി എന്ന് പറഞ്ഞ ഉലമാ സാലിഹ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ആ സംസാരമാകും യുർസിലു കലാമഹു ബിഹസ്ബി ഫഹ്മി ഉലൈക്കൽ ഹാദിരീന, അവിടെ ഹാജറുള്ള മിനൽ മലായികത്തി വൽ ജിന്നി, അവരെ കൊണ്ട് എന്താകും ഫഖത്ത്, അവർക്ക് മാത്രമുള്ള സംസാരമായിരിക്കും. ദൂനൽ ഹാദിരീന മിനൽ ഇൻസിൽ ഖാസിരീൻ, നിന്നെ പോലത്തെ വിവരം കുറഞ്ഞ ആളോടല്ല മൂപ്പർ സംസാരിക്കുന്നത്. ഞാൻ പോയിട്ട് ബർക്കത്ത് എടുത്തോ, തീരട്ടില്ലെങ്കിൽ മടങ്ങി വാ, എന്ത് കാലാണ് എന്തിനു പറക്കും കളിപ്പിട്ടുണ്ടോ. ഇതെല്ലാം ജാഹിലികളെ വാക്കാണ്. ആരാ പറഞ്ഞിരുന്നു നോക്കൂ, ആരാ പറഞ്ഞിരുന്നു നോക്കൂ. മടിയാൽ മതിലുണ്ടല്ലോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഒരു കിസ്സും കൂടെ വന്നിർത്തേൻ. قال سيدنا الإمام العارف بالله عيدروس بن عمر الحبشي رضي الله عنه ونفعنا به وحشرنا في زمرتهم آمين. ഒരു പറയുന്നു ഇന്ന ബറക്കത്ത മുജാലസത്തിൽ അകാബിർ, മഹാന്മാരോടുള്ള മുജാലസന്റെ ബറക്കത്ത് തഊദു, എനിക്ക് മടക്കി കിട്ടും. കുറച്ച് കാലം കഴിഞ്ഞാലെങ്കിലും കിട്ടും. അല്ല ഞാൻ പറഞ്ഞത് ബത്തക്ക കുരുവെല്ലാം തിന്നിട്ട് ഇങ്ങനെ എന്താ ചാടും, എപ്പോഴൊന്നും ഉണ്ടാവില്ല. മാവ് ചെയ്തിട്ടാകുമ്പോൾ കുറേ ബത്തക്ക ചെടി മുളച്ചിട്ട് നാരങ്ങ മുളച്ചിട്ടുണ്ടാവും. അതങ്ങനെ വളർന്നു കഴിഞ്ഞാൽ തോട്ടം തന്നെയായി. അപ്പൊ അപ്പം ഇട്ടിട്ട് മുളച്ചിട്ടില്ലെങ്കിലും മഴ പെയ്താൽ മുളച്ചോളൂ. അവിടെ പുള്ളന്മാരുടെ ഇരുന്നോട്ടെന്ന് പറയുന്നു. ശബ്ദത്തോടെ കേട്ടെന്താ അതായിരിക്കും മനസ്സിലുണ്ടാവില്ല. കുറച്ചു കാലം കഴിഞ്ഞാലും കിട്ടുമെന്നാ പറയുന്നത്. വലാ യഖൂലുൽ ഇൻസാനു ഇന്നി ലം അറ അന്നി ഹസൽതു ശൈഅൻ വലാ വഖഅതു അലാ ശൈഇൻ, ഒരു മനുഷ്യനും പറയാൻ പാടില്ല ഞാൻ ഒരു കാര്യവും കരസ്ഥമാക്കിയിട്ടില്ല, ഒരു ശൈഉം എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയൽ മുണ്ടാൻ പാടില്ല എന്നാ പറഞ്ഞത്. അതുകൊണ്ട് ഫൈന മഞ്ചദ്ദ വജദ, അധ്വാനിച്ചവർക്ക് കിട്ടും. അവ മഞ്ചദ്ദയിൽപ്പെട്ടാണ് ആ സദസ്സ് പോയി ഇരിക്കല്. എന്നിട്ടോ വമൻസാർ അലദ്ദർബി വസല, റോഡിന്റെ അവിടെ സഞ്ചരിച്ചാൽ ലക്ഷ്യത്തിലേക്ക് എത്തും. والغالب غالب أن الزيادة الحاصلة للسالك طريق الله تكون خفية. അല്ല സിയാദത്തുണ്ടല്ലോ, എന്നിട്ട് സാലിക്കിന് അള്ളാഹുവിന്റെ തരീഖിലേക്ക് സുലൂക്ക് ചെയ്ത ഒരാൾക്ക് കിട്ടുന്ന സിയാദത്ത് തക്കൂനു ഖഫിയത്ത്, അത് കാണാത്ത മറഞ്ഞു കിടക്കുന്നതായിരിക്കും. അതിന് ഉദാഹരണം പറയുന്നതാ വമാ മിസാലുഹു, അതിന് പറ്റിയ മിസാല് ഇല്ലാ കസിയാദത്തുൽ വാഖിയത്തി ഫിൻ നാമിയാത്തി മിനൽ ഹയവാനാത്തി വൽ അശ്ജാർ, മരങ്ങൾക്ക് വളമിട്ട് കൊടുക്കുന്നുണ്ട്. വളമിട്ടിട്ട് ഇപ്പം നമുക്ക് മരം ഇങ്ങനെ തടിച്ച കുറച്ച് ഇപ്പം തന്നെ കാണുക. നിങ്ങൾ നല്ല ടോണിക് കുടിച്ച് അടി എന്നാക്കും തൂക്കം കൂടുമെന്ന് വെച്ചു കുടിച്ച് അരമണിച്ച് കുടിച്ച പാട് തൂക്കണം, ഒരു തൂക്കം കൂടിയിട്ടുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എന്താണ്ട് ഫീനഫ്സിൽ അത് പഠിക്കുന്നുണ്ട്. അലാബാനാത്തുൽ അസ്ജാറിന് ഫഇന്നക തറാ മസലൻ, നമുക്ക് ഉദാഹരണം പറയാം. അസ്തബിയ കുല്ലു ജൗമിൻ കൽ യൗമിൽ ലദീ ഖബ്ല, കുട്ടിയെ ഇപ്പം നോക്കിയാൽ ഇന്നത്തെ കുട്ടി തന്നെ ആയിരിക്കും ഉണ്ടായി. ഇന്ന് സിയാദത്തൊന്നും കാണില്ല, പക്ഷെ വളരുന്നില്ലേ. മണിക്കൂർ സൂര്യൻ നോക്കിയട്ടെ അനങ്ങുന്നില്ല, അവിടെ 30 ഇങ്ങനെ ചലിച്ച് മോളുടെ സൂര്യൻ തുള്ളി 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 പോകുന്നു. മണിക്കൂർ സൂര്യൻ നേരത്തെ നോക്കുമ്പോ 8 മണിക്കാണ് അതുണ്ടായി, ഇപ്പത്തെ 10 ഇല്ലേ, അതിനുള്ളിൽ പോകുന്നമ്മ കാണുന്നില്ല. ബിരിയാനായ പൂവിനോടെ പോയിട്ട് ഇങ്ങനെ കണ്ണടയും വെച്ചിരിക്കുന്നത് വിരിയുന്ന കാണൂല, കുറച്ചൊക്കെ കൊണ്ടുപോകണം. അതാ കല്യോമില്ലതീ കബലഹു, ഇന്നലത്തെ കുട്ടി തന്നെ ഇന്ന്. വലാ തളഹുറുലക ഫീഹി സിയാദ, അവ കഴിച്ച ഭക്ഷണത്തിനോ അല്ലെങ്കിൽ അവ കുടിച്ച വെള്ളത്തിനോ ടോണിക്കിനൊന്നുമില്ല ഒരു സിയാദത്തും കാണുന്നില്ല.
വൻ നഖലത്തു മസലൻ കദാലിക, ഈത്തപ്പഴം നോക്ക് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. വലാ ശക്ക ഫീ അന്ന നുമുവ്വ വാഖിഉൻ, അതിന്റെ വളർച്ച എന്നുള്ളത് ഉണ്ട് എന്നുള്ളത് സംശയമില്ല. വലാകിന്നഹു ഖഫീൻ, നോക്കിയാൽ കാണുന്നതല്ല. അപ്പൊ നിങ്ങൾ പോയിട്ട് വരുമ്പോൾ അവലിയാണെന്ന് പറഞ്ഞാലാവൂല. എന്തൊരു പറച്ചലി. ഇനി എന്നാ പിന്നെ വാദിഹായ സിയാദത്ത് വേണം, എന്നാ ഖാലിഖുല്ലാദത്ത് വേണം. ഖാലിഖുല്ലാദത്തിന് എൻ്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടോ? ആദത്തും ഖാലിഖുല്ലാദത്തല്ലേ രണ്ട് കാര്യം. അപ്പൊ ആദത്തനുസരിച്ചേ പോവുള്ളൂ. ബാഹിറായിട്ട് വ്യക്തമായി കാണുന്ന സിയാദത്ത് അത് വളരെ അപൂർവമായിട്ടേ ഉണ്ടാവും. ലാ തകൂനു ഇല്ലാ ജിഹത്തി ഖർഖില്ലാദ, ഖാലിഖുല്ലാദത്തിന്റെ ഭാഗത്തിൽ കൂടിയേ ഉണ്ടാവുള്ളൂ. അതൊക്കെ കറാമത്ത് വേണം, അല്ലെങ്കിൽ മുഅ്ജിസാത്ത് വേണം. അതുകൊണ്ട് അവന് ചെയ്യാനുള്ള പണി ലാസിമാക്കട്ടെ. അള്ളാന്റെ പതിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കട്ടെ. വിത്തിട്ടിട്ട് നാളെ മുളക്കണം മറ്റന്നാളെ കൊയ്യണം എന്ന് പറഞ്ഞാൽ നടക്കൂല. പറയുന്നില്ലേ ധീരേ ധീരേ രേമന, ഒരു പാട്ടില്ലേ, ധീരേ ധീരേ രേമന ധീരേ സബക്കുച്ചു പോയി മാലി സീഞ്ചൈ സൗകട രിതുവായേ പൽഹോയ്. നല്ല സാവകാശം നീ കഴിഞ്ഞുകൂടെ മനസ്സേ, മനാന്നല്ല മനസ്സേ. ധീരേ സബക്കുച്ചു പോയി, സാവധാനമാണ് ലോകത്തുള്ള എല്ലാത്തിനും വളർച്ച. മാലി സീഞ്ചൈ സൗകട, ഒരു കൃഷിക്കാരൻ പോയിട്ട് 100 മാത്രം വെള്ളം വീഴ്ത്തി നാളേക്ക് വേഗം മുളക്കാൻ. എന്നാലും രിതുവായേ പൽഹോയ്, അതിന്റെ സമയമാകുമ്പോൾ എന്താകുള്ളൂ, പുഷ്പിക്കുകയോ കായ്ക്കുകയോ ചെയ്യുകയോ ഉള്ളൂ. നാളേക്ക് മുളക്കൂല. 100 മാത്രം വെള്ളം വീഴ്ത്തി നിന്നിട്ട് ഒന്നും പ്രതികരിക്കൂല. മാങ്കിന മരണസമാനേ മത്കോയി മാങ്കോബി മാങ്കിന സേ മരണബലായേ സദ്ഗുൽ കീസി. ആരും വരക്കാൻ പാടില്ല. മാങ്ങന മരണസമാനിഹേ, മരണത്തിന്റെ സമമാണ്. മത്കോയി മാങ്കോബി, ആരും യാചിക്കാൻ പോകരുത്. മാങ്ങന സേ മരണബല, ഇറക്കുന്നതിനാക്കണം ഭരിക്കല എന്നുള്ളത്. സദ്ഗുൽ കീസി, ഇത് ഉത്തമമായ ഗുരുവിന്റെ പഠിപ്പിക്കലാന്ന് മനസ്സിലായിക്കൊള്ളും. ഞാൻ കുറെ കടപ്പടക്കി ഇതല്ലോ. കണ്ടാ, അപ്പൊ അള്ളാന്റെ ഫദ്ല് പ്രതീക്ഷിക്കുക, ചെയ്യേണ്ട കാര്യം ഉറപ്പ് ചെയ്യുക. ഫഖദ് വറദ ഇന്ന ലിറബ്ബിക്കും ഫീ അയ്യാമി ദഹരിക്കും നഫഹാത്ത്. നിങ്ങളുടെ കാലചക്രത്തിന്റെ ഓരോ ദിവസങ്ങളും മണിക്കൂറും ഉണ്ടല്ലോ, അത് റബ്ബ് സുബ്ഹാനഹു വ തആല എന്താക്കും, നഫഹാത്ത് ചൊരിക്കുന്ന ചില സമയമുണ്ട്. അലാ ഫതഅബുദ, അതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിന്റെ അവസരം പാഴാക്കാൻ പാടില്ല. മുസാലിമാണല്ലോ, നല്ല നല്ല ദിവസങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഓഫർ വരുന്ന സമയമുണ്ട്. അന്നേരം വാങ്ങാൻ വേണ്ടി പോകണം. റേഷൻ കടയിൽ ഒരു ചാക്ക് ഗോതമ്പ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ തലയെ കൂട്ടി എപ്പാന്ന് ഏതാ ടൈമിൽ പോയി ക്യൂ നിൽക്കുന്നില്ല. അതാ താറുള്ളൂ. അത് നമ്മ സാലി പറഞ്ഞില്ല, പക്ഷെ ജനങ്ങൾ അത് റഫലത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് അത് വാങ്ങാൻ വേണ്ടിയിട്ട്, അത് ഏറ്റുവാങ്ങാൻ വേണ്ടി നീ എന്താക്കണം, ഒരുങ്ങി തയ്യാറായിട്ട് പോകണം എന്ന് ഈ ഹദീസ ബൈത്താക്കിയാൻ പറയും. ഫീമാ റവാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ അത് കാണാൻ കഴിയും. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, മനസ്സിലാക്കിയിട്ടില്ല. അതെന്താ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തകരമായ കാര്യത്തിൽ നല്ല ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കൽ തന്നെ. പൊട്ടിയും പട്ടിയും വാങ്ങിയിട്ടൊന്നും പോണ്ട. وقال سيدنا الإمام الشيخ علي بن أبي بكر السكراني علوي رضي الله عنه, മൂപ്പർ പറഞ്ഞു, ഞാനിപ്പം നോക്കുമ്പോൾ കൊയിലാണ്ടി കിടക്കുന്ന 5ാമത്തെ പാപ്പയുള്ളൂ. في كتابه معارج الهداية പറഞ്ഞു, روي أن الشيخ الكبير محمد بن حسين البجلي رضي الله عنه, അതായത് الشيخ محمد بن حسين البجلي اليمني
മിനൽ ഉലമാഇൽ അജില്ലാ അസ്സാലിഹീൻ, സാലിഹീങ്ങളായ ഉന്നതരായ ഉലമാക്കൾ, അഹ്ലുൽ ഔലിയാഇൽ മുഅത്തഖദീൻ, എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട ഔലിയാക്കളിൽപ്പെട്ട ഒരാളാണ്. ലഹു കറാമാത്തുൻ ഷഹീറത്തുൻ ഇൻദ അഹ്ലി ബലദിഹി, നാട്ടുകാർക്ക് തന്നെ പ്രശസ്തമായ കുറേ കറാമത്ത് പറയാനുണ്ട്. തൂഫിയ 621. വദുഫിയ ബിഖറത്ത് അവാജ ബിൽ യമൻ, യമനിലാണ് നമ്മുടെ ഖബറുള്ളത്. റൂബി അന്ന ശൈഖ് അൽ കബീർ മുഹമ്മദ് ബിൻ ഹുസൈൻ അൽ ബജലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനാമിൽ കണ്ട്. ഫഖൽതു യാ റസൂലല്ലാഹ് അയ്യുൽ അഅമാലി അഫ്ളലു എന്നാ ചോദിച്ചു, ഏത് അമലാണ് അഫ്ളൽ? ഫഖാല വഖൂഫുക ബൈന യദൈ വലിയ്യിൻ ലില്ലാഹി തആല, അല്ലാഹുവിൻ്റെ വലിയിൻ്റെ മുമ്പിൽ പോയിട്ട് നീ അവിടെ നിൽക്കുക. എത്ര നിൽക്കണം? കാൽബിഷാത്തിന്, ഒരു ആട്ടിനെ കറക്കുന്ന സമയം മതി. ആട്ടിനെ കറക്കാൻ എത്ര വേണ്ടു? അത്ര. ആ കഷൈ ബൈദത്തിൻ, ഒരു മുട്ട പൊയ്ക്കുന്ന സമയത്ത്, ഒരു സമയത്തിന് കണക്ക് പറഞ്ഞാൽ മശ്വി എന്ന് പറയുന്നില്ലേ മുട്ട, അത് അഫ്ളലു മിൻ അൻ തഅബുദല്ലാഹ്, നീ അല്ലാഹു തആലാക്ക് ഇബാദത്ത് എടുക്കുന്നതിനേക്കാൾ അഫ്ളലാണ്. എത്ര ഇബാദത്ത്? ഹത്താ തതഖത്തഅ ഫിൽ ഇബാദത്തി റബൻ, ഇബാദത്ത് എടുത്തിട്ട് നീ ഇങ്ങനെ കഷ്ടമായി നുറുങ്ങിപ്പോയി, എന്നാലും അതിനേക്കാണ് സൈഡേതാണ് ഒരു പാല് കറക്കുന്ന സമയം, അല്ലെങ്കിൽ ഒരു മുട്ട വൈകേണ്ട സമയം വലിയൻ്റെ അടുത്ത് പോയി നോട്ടിയാണ്. ഫഖുൽതു യാ റസൂലല്ലാഹ് ഹയ്യൻ കാനോ മയ്യിത്തൻ, ജീവിച്ചിരിക്കുന്ന വലിയാണോ മരിച്ച വലിയാണോ? ഫഖാല ഹയ്യൻ കാനോ മയ്യിത്തൻ. അതാ എന്തായാലും, കാരണം മരണം എന്നുള്ളത് ഒരു പ്രശ്നമല്ല. അവിടെ പോയിട്ട് ഇങ്ങനെ ഓരോ ഭാഗമൊന്നും ചടങ്ങിരുന്നു. ഏത് തലീമും അവിടെ പോയി സുഹൃത്തുണ്ടല്ലോ, സുഹൃത്ത് തന്നെ വെക്കണം. വേഗം ഓരോ ചരിത്രം പഠിച്ചാൽ പോലെ, എന്നാ പിന്നെ സംശയം തീർന്നല്ലോ. സംശയം തീർന്ന അവലിയേക്കാൾ എത്ര ഉണ്ട് ഇവിടെ? അവിടെ പറ്റി അങ്ങനെ ഇരുന്നോളാം. അപ്പൊ റോദാ ഷരീഫിന്റെ ആനന്ദായിരിക്കും, പിന്നെ മുഹദ്ദിന്റെ ആനന്ദായിരിക്കും. അതിലും റൈബശക്കൊന്നും ബാക്കിയില്ലല്ലോ. ഹയ്യാൻ തീർക്കണ്ട, മിച്ചാൻ തീർക്കണ്ട. എന്താ കാല ബാധുവിന്റെ വ്യാഖ്യാനം പറയുന്നു ചില മഹാന്മാർ. അതെന്താണ് അത്രമാത്രം? വലിയന്റെ മുമ്പിൽ പോയി നിൽക്കുന്ന ആള്, നൃത്തം എന്ന് പറഞ്ഞാല് ആ വഖൂഫിന് നിൽക്കൽ അർത്ഥമില്ല. ഇത് വഖൂഫും അറഫ എന്നാണ്, അറഫയിൽ ഇരുന്നൂടാൻ അർത്ഥമില്ല. ഇരിക്കല് നിന്നൂടാൻ അർത്ഥമില്ല, അതൊരു പറച്ചലാണ്. യന്തരിജു ഫീഹി വയദ്ഖുലു തഹത ഇസ്തിലായി ശുമൂലിഹി, കണ്ടോ? അദ്ദേഹത്തിന്റെ ഷുമൂൽ എന്ന് പറഞ്ഞാൽ ആ പ്രകാശ വലയത്തിന്റെ ആ പരപ്പുണ്ടല്ലോ, അതിന്റെ കൂടെ എന്താക്കുന്നറിയോ? ഈ ആ വാക്കിഫാട ഉൾക്കൊള്ളും അതിന്റെ പ്രഭാവലയത്തിൽ. അപ്പൊ യകൂനുൽ വലിയ വാസിദത്തുഹു ഇലല്ലാഹ്, ആ വലിയ ആരാകും? അല്ലാഹയിലേക്കുള്ള വാസിത്താകും. ഫയഹസുലു ലഹു ബിതിൽകൽ വഖഫതി, ആ നൃത്തം കൊണ്ട് ബിവാസിതത്തിൽ വലിയന്റെ വാസിത കൊണ്ട്. രണ്ടെണ്ണം കൂടി. മാലം യുഹസിൽ ബിഇബാദത്തിഹി, ഇബാദത്ത് കൊണ്ട് കിട്ടാത്ത പല നേട്ടങ്ങളും ഇതുകൊണ്ട് കിട്ടാനുണ്ട്. ഹത്താ തതഖത്ത റബൻ നിറബാ, പറഞ്ഞ ആ വാക്കിന് വ്യാഖ്യാനം കൊടുത്തതാണ്. കഷ്ടമായി മുറിയുന്നത് വരെ ഇബാദത്ത് എടുത്താലും കിട്ടാത്ത കാര്യം എന്താകും? കിട്ടിക്കുമോ? വയകൂനുൽ ഹാസിലു അലാ ഖദ്രി ഇസ്തിഅദാദിൽ വലിയ ബന്ധമുണ്ട്. ആ വലിയന്റെ ഇസ്തിഅദാദ് നോക്കും, എത്ര പവർ ഉണ്ട് എന്നുള്ളത്. ആ അപ്പൊ ചെറിയൊരു ചക്കക്കടയിലെ സൂപ്പർ മാർക്കറ്റിലുള്ള സാധനം ദേശം കിട്ടിക്കൊള്ളുന്നില്ല. എന്താ ഇപ്പൊ ആളെക്കൂടെ പോയിട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് ഇഷ്ടെടുത്ത് പോയാൽ ഒന്നും കിട്ടില്ല. ആളുകളുടെ കള്ളക്കമുട്ടയും മറ്റേ അതും നുറുക്കപ്പൂ ഇതെല്ലാം കിട്ടും. അതോടൊപ്പം നമ്മളെ താഴെയും ഇവന്റെ ഭാഗത്തും രണ്ടു ഭാഗത്തും വേണ്ടേ? ഇത് സാധാരണ ഉസ്താദെല്ലാം പറയല് 3 മുഴം ദൂരത്തിരിക്കലാണ്. പക്ഷെ അത് ഇവിടെ മാനിയുള്ളത് കൊണ്ടല്ലേ. എല്ലാ തങ്ങൾക്ക് മസാഫത്ത് പ്രശ്നമല്ലല്ലോ. സാധാരണ ആളെ വലിയന്റെ മാതിരിയല്ലല്ലോ. ലോകം മുഴുവൻ മസാഫത്ത്, തങ്ങൾക്കൊരു മസാഫത്തേ അല്ല. മസ്ജിദിക്ക് മഗ്രിബിലായാലും അതങ്ങനെ നടക്കുന്നുണ്ട്. അവ ചുമര് ഹിജാബല്ല, പിന്നെ നിയമ തടസ്സം കൊണ്ടാണ്.
അല്ലെങ്കിൽ അവിടെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അത് ആ കണ്ടും കഴിഞ്ഞാൽ കാണാൻ എല്ലാവരും പാസ്പോർട്ടും വിസ എടുത്ത് പൈസ ചെലവാക്കിയിട്ട് വന്നിട്ട് ഒരു കൂട്ടർക്ക് ഇത് കിട്ടലും വേറെ കൂട്ടർക്ക് കിട്ടാതിരിക്കലോ ആയാൽ നീതിയില്ലല്ലോ. വിഷയം പറഞ്ഞല്ലേ ഇപ്പൊ പക്ഷെ അവരെ കതിരെത്തിയിട്ടില്ലെങ്കിൽ ഇവനിക്ക് ഷെയ്ഖ് തന്നെയാണല്ലോ. എന്നാ പറഞ്ഞു, ഇംദാദാത്ത് ഇസ്തിഅദാദാത്തിന്റെ കദറിലാണ്. ഇസ്തിഅദാദ് ആരെ ഭാഗത്ത് കാണാൻ പോകുന്നതിന്റെ ഭാഗത്തും പോണോ കൊടുക്കുന്ന ആളെ ഭാഗത്തും പോണോ. ഇൻതഹ ذكره سيدنا العلامة محمد بن حسن الحداد في كتابه الفوائد السنية എന്ന കിതാബിൽ പറഞ്ഞ വിഷയമാണ് ഈ പറഞ്ഞത്. തീരൂല, നിങ്ങൾ മടുപ്പിച്ച പിന്നെ മടിയുണ്ടാക്കാൻ പാടില്ല. ഒരു ഭാഗമേ ഒരു 3 മിനിറ്റ് കൊണ്ട് ഇടും. എന്നാ പിന്നെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് يا رب صل عليه وسلم. وسئل سيدنا العارف بالله عبد الله بن محسن العطاس رضي الله عنه ചോദിക്കപ്പെട്ടു عن معنى قولهم وقوفك بين يدي ولي لله حي أو ميت خير من أن تتقطع في العبادة ربا നേരത്തോട് പറയുന്നവൾ തന്നെ പിന്നെയും കൊടുക്കും. നിന്നെ ഇബാദത്തിനടുത്ത് കഷ്ടമായി തുടങ്ങി പോകുന്നതിനാക്കാണ് ഈ ഫൈറ് വലിയടുത്ത് പോകുന്നത്. അതിനെപ്പറ്റി ചോറോട് ചോദിച്ചു. ആരോട്? അബ്ദുല്ലാഹി ബിൻ മുഹ്സിൻ അത്താസിനോട്. വഖൂഫുക ബൈന യദൈ വലിയില്ല, അള്ളാഹിന്റെ വലിയന്റെ മുമ്പിൽ പോയി നിൽക്കാൽ അത് ഹയ്യാവട്ടെ മയ്യിത്താവട്ടെ ഇബാദത്തിൽ കഷ്ടമാട്ടെ. അതായത് നേരത്തെ പറഞ്ഞത് തന്നെ. ഫഖാല റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, ഹാദൽ ഫദ്ലു, ഈ പറയപ്പെട്ട ഫദ്ല് ലാ യഹ്സുലു ഇല്ലാ ഇൻകഫ ബൈന യദൈൽ വലിയ്യി, വലിയന്റെ മുമ്പിൽ പോയി നിന്നാലല്ലാണ്ട് കിട്ടൂല. എങ്ങനെ നിൽക്കണം? ബഹുവയലം അന്നഹു വലിയുലില്ല, ഓർ വലിയാണെന്ന് മനസ്സിലാക്കി നിൽക്കണം. അതൊരു യഖീൻ വേണം. അതെങ്ങനെ വലിയ അദ്ദേഹത്തിന്റെ ബിലാത്ത് എനിക്ക് തിരിച്ചിട്ടുണ്ടാവും. മനസ്സിലായില്ല? അപ്പൊ ഫഖീല ലഹു ഹാദാ മുശ്കിലുൻ, അത് തിരിഞ്ഞിട്ട് പോണം എന്ന് പറഞ്ഞാൽ പറയാൻ മുശ്കിലാണ്. ഇപ്പൊ ആർക്കപ്പോ എല്ലാം തിരിയല്ലേ അല്ലേ? ഫഖാല റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൈസ ബി മുശ്കിലിൻ, ഒരു പ്രയാസമില്ല. അതുകൊണ്ട് അമാകാന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മസലൻ സഹാബി വ അബൂ ലഹബ് അത് കൊടുക്ക് ജലസ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളോട് ഇരുന്നിരുന്നു, വഅകല മഅഹു, കൂടെ തിന്നിരുന്നു അല്ലേ? ലാകിൻ അബൂബക്കർ ജലസ മഅഹു വഹുവ യഅലമു അന്നഹു നബിയുല്ലാഹി വറസൂലുഹു ഇന്ന ഹഖീഖ. സിദ്ദീഖ് തങ്ങളെന്താണ്? എന്റെ മുമ്പിൽ ഇരിക്കുന്ന നബി അള്ളാഹുവിന്റെ റസൂലും നബിയുമാണെന്ന് ഉറച്ച് വിശ്വസിച്ച ആളാണ്. അബൂ ലഹബ് എന്റെ അനിയന്റെ മോളിൽ അതാണ് സിദ്ദീഖ് തങ്ങൾക്ക് കിട്ടേണ്ടെല്ലാം കിട്ടി. ഹത്താ സാറ അഫ്ളലൻ നാസ്, അമ്പിയാക്കളെ കഴിഞ്ഞാൽ ഏറ്റവും അഫ്ളലാരി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വഅബൂ ലഹബിൻ ജലസ മഅഹു വലാകിൻ ലാ യഅലമു അന്നഹു നബിയ്യുൻ വറസൂൽ, നബിയാണ് റസൂലാണെന്ന് അയാൾ മനസ്സിലാക്കിയിട്ടില്ല. ബൽ യഅലമു അന്നഹു യതീം അബൂ താലിബ്, അബൂ താലിബ് പോറ്റുന്ന ഒരു യതീമായ കുട്ടി എന്റെ അനിയന്റെ മോനാന്ന് പറഞ്ഞു. മുതാബിയല്ലേ? വറജുലുൻ മിൻ ഖുറൈശ്, ഖുറൈശിൽപ്പെട്ട ഒരാള്, വബ്നു അബീഹി വഉമ്മിഹി, അബൂ ജഹൽ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാന്ന് കാണുന്ന ഈമാൻ എന്നുള്ള സാധനമില്ല. ഫലം യഹ്സുൽ ലഹു ശൈഉൻ മിമ്മാ ഹസന ലി അബീ ബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് കിട്ടിയത് അബൂ ലഹബിനൊന്നും കിട്ടിയിട്ടില്ല. അപ്പം പറയുന്നു, വഇദാ കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി ലാ തഹ്സുലു ബിമുജാലസതിഹി ഹാദിഹിൽ മസിയതു ഇല്ലാ ബിൽ ഇൽമി,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദറത്തിൽ പോലും ഈ ഇൽമുണ്ടോടുകൂടിയതേ ഇത് കിട്ടുള്ളൂ നോക്കുമ്പോൾ ഗൈറിന്റെ അടുക്കൽ അതിനേക്കാൾ കുറവിലുണ്ടാവുള്ളൂ. തങ്ങളല്ലാത്ത ആൾക്ക് പോയാൽ എന്നാ പിന്നെ അമ്മ മുത്തലഖുൽ വഖൂഫി ബൈനയദി വലിയ്യൻ, വലിയന്റെ അടുക്കൽ ഏറ്റിക്കാനൊന്നും ഇല്ലാണ്ട് ഒരു മുത്തലഖായ നിർത്തു നിന്നു ഫലാ യഖ്ലു മിൻ ഫായിദ, ഒരു ഫായിദ ഇല്ലാണ്ട് കാര്യമില്ല. നമ്മൾ സിയാദത്താ ചർച്ച എന്തെങ്കിലും കിട്ടും. ഖുസൂസൻ ഇദാകാന ഇഅ്തിഖാദിൻ, ഇഅ്തിഖാദോട് കൂടിയാണെങ്കിൽ പ്രത്യേകിച്ചും. വൽ മദദ് ഫിൽ മശ്ഹദി, നേരത്തെ പറഞ്ഞില്ലേ വൽ മദദ് ഫിൽ മശ്ഹദി ഫബിഖദ്രിൽ മുശാഹദാതി തകൂനുൽ ഖാബിലിയാത്ത്. അല്ല തിർമിദി ശൈഖ് അബ്ദുറഹ്മാൻ ബാറജ ഒരുമിച്ചോട്ട് കലാമാണ്. ഇനി وقال الشيخ الإمام عبد الله بن علوي الحداد رضي الله عنه ونفعنا به ما تظهر بركات الصالح على من صحبه إلا بعد موته. സാലിഹീങ്ങളുടെ ബറക്കത്ത് വെളിപ്പെടൂല സുഹബത്ത് കെട്ടിയാക്ക് മരിച്ചാലല്ലാണ്ട്. ആര്? ഷെയ്ഖ് മരിക്കണം, എന്നാലേ കൂടുതൽ വെളിപ്പെടുള്ളൂ. ഇനി ഒരു വലിയ അദ്ദേഹത്തിന്റെ അക്കാരിബീങ്ങളെ കൊണ്ട് അവരിലേക്ക് അണഞ്ഞു ചേരുന്ന ആളുകളെ കൊണ്ട് എന്താക്കും, മൗത്തിന് ശേഷമുള്ള എത്തിനാകും ആ കിസറ കൂടുതലാകും. ഹയാത്തിലുള്ള എത്തിനാക്കണം വെച്ചതിന് ശേഷം ഉണ്ടാകുക. എന്താ കാരണം? തക്ലീഫിന്റെ പല ഡ്യൂട്ടിയും കൊണ്ട് മഷൂലായിപ്പോയി. എന്നാ അങ്ങനെയുള്ള ഭാരം ഒഴിവാക്കിയിട്ട് ആള് ഫ്രീജാന്ന് ഇൻതഹ. സാധാരണ ആളൊന്നല്ലേ പറയുന്നത്, അതിനെപ്പറ്റി പറയേണ്ട അവരാന്നല്ലോ. എത്ര വലിയ ആളാണത് നമുക്ക്. ആരാണ്? സയ്യിദുൽ ഇമാമുൽ ആരിഫു അർ-റബ്ബാനി അഷ്ശൈഖ് അഹ്മദ് ഇബ്നു അബ്ദുൽ ഖാദിർ ഇബ്നു അഖബത്ത് അശ്-ശബാമി അൽ-ഹദ്റമി. മുപ്രപ ജനിച്ചത് ബുൽദ ബിശബാം ഹദ്റമൂത്ത് ونشأ بها ورحل إلى تريم الشيخون ونباه للأخذ عن الشيوخ. ശേഖന്മാരുടെ വാക്കിൽ നിന്ന് പലതും പിടിച്ചെടുക്കാൻ കുറെ യാത്ര ചെയ്തു. അതൊക്കെ സയ്യിദന ഉമർ അൽ മെഹ്ദാദ് റളിയല്ലാഹു അൻഹുവിനാണ് മൂപ്പർക്ക് കിട്ടിയത് ഷെയ്ഖായിട്ട്. വഅഖദ അൻഹു വലബിസ മിൻഹു, അവരുടെ വക്കന്നാണ് ഖിർഖ ധരിച്ചത്. വമിൻ അഖീഹിൽ ഐദ്റൂസ്, സഹോദരൻ ഐദ്റൂസിന്റെ വക്കന്ന്. റഹലയില, മക്കയിലേക്ക് യാത്ര പോയി. വഅഖദ അൻഹു ലകാബിർ ഖസ്സഖാവി സുയൂത്തി ഇമാം എല്ലാം ഓർമ്മക്കുന്ന പഠിച്ചാണ്. അവരെ കൈമെന്നാണ് തിൽമീദായ അൽ-ആരിഫുൽ കബീർ ഷൈഖ് അസ്-സറൂഖ് അൽ-ബർറസ് അൽ-മഗ്രിബി وتخرج به وذكره في كثير من كتبه وافرد ترجمته. എത്രയാണ് വഫാത്ത്? സനത 895 ഹിജ്രി. അല്ല وكانت وفاته بصحراء مصر الغريبة غريبا وحيدا. 895 വഫാത്ത്. സുയൂത്തി ഇമാമിന്റെ ഉസ്താദ് എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ആരാണോ? മൂപ്പരോട് ചോദിച്ച് ഹൽ ഇംദാദുൽ ഹയ്യി അഖ്വാ അമിൽ മയ്യിത്ത്, ജീവിച്ചിരിക്കുന്ന വലിയന്റെ ഇംദാദാണോ അല്ല മരിച്ച ശൈഖിന്റെ ഇംദാദാണോ പവർ കൂടിയത്? ഫഖാല ബൽ ഇംദാദുൽ മയ്യിത്ത്, മയ്യിത്തിന്റെ ഇംദാദാണ്. ലിഅന്നഹു ഫീ ബിസാത്തിൽ ഹഖ്, അവർ എന്താ എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ദുനിയാവിന്റെ ഷോളൊന്നുമില്ല. വലമ്മാ ഹദറത്ത് ശൈഖ് അലിയുൽ മുത്തഖി, അലിയുൽ മുത്തഖി എന്ന ശൈഖിന് അൽ വഫാത്ത്, മരണം ഹാജരായി. ആരാ? അലിയുൽ മുത്തഖി അൽ അല്ലാമത്തു അൽ മുഹദ്ദിസു അൽ വലിയു സാലിഹു അൽ ആരിഫു ബില്ലാഹി അലി ഇബ്നു ഹിസാമുദ്ദീൻ അൽ ഹിന്ദി അൽ മുലഖബ് ബിൽ മുത്തഖി എന്നാണ് ആൾ വിളിക്കുന്നത്. മൂപ്പർ 952 വഫാത്ത്. ജാവറ ബിമ, മക്കയിലാണ് കുറേ കാലം കഴിഞ്ഞുകൂടിയത്. മാ ജമാഅത്തിൻ മിൻ മുരീദിഹി, മുരീദന്മാരുടെ സംഘത്തോടൊപ്പം. യതഅബ്ബദൂന വലാ യഖ്റുജൂന ഇല്ലാ ലിസ്ലാം. ഇജ്തമാ ബിഹി ശൈഖ് അബ്ദുൽ വഹാബ് ഷഹറാനി റളിയല്ലാഹു അൻഹു ഉറപ്പം കൂടിയിട്ടുണ്ട്. അതെ, അലിയുൽ മുത്തഖീന്റെ അബ്ദുൽ വഹാബ് ഷഹറാനി 900-ലാണ്. ഷഹറാനി ഇമാമിന് 75 വയസ്സാണ്. അപ്പൊ ഷഹറാനി ഇമാമ് കൂടി എന്ന് പറഞ്ഞാൽ പിന്നെ എന്നെപ്പുറം നോക്കണ്ട, ഓർ ചവിട്ടിയ മണ്ണ് നമുക്ക് വലുതാ. കണ്ടാ കൻസുൽ ഉമ്മാൽ ഫീ സുനനിൽ അഖ്വാൽ അഫ്ആൽ കിതാബാണ്.
ഏതായാലും അലിയിൽ മുത്തഖി വലിയ ആള് വഫാത്ത്. ഹസിന തിൽമീദുഹു ശൈഖു അബ്ദുൽ വഹാബ്, അവരുടെ തിൽമീദ് അശ്ശൈഖ് അബ്ദുൽ വഹാബിന് വല്ലാത്ത ദുഃഖം, ഉസ്താദ് മരിച്ചു നയിച്ചു. ഈ അബ്ദുൽ വഹാബിന്റെ ലാഹിദ് ആരാന്ന് ഷറാനി മാമ എന്നാ മനസ്സിലാക്കാൻ കഴിയുന്നു. കുട്ടിനോട് പറഞ്ഞില്ല, ദുഃഖിക്കണ്ട മോനെ, നഹ്നു ഖൗമുൻ നമുദ്ദുൽ മുരീദിന ബഅദൽ വഫാത്ത്, വഫാത്തിന് ശേഷം മുരീദന്മാർ ഇംദാദ് ചെയ്യുന്ന കോമാണ് നമ്മൾ. നീന്തിനെ ദുഃഖിക്കുന്നത് കമാ നമുദ്ദുഹും ഫിൽ ഹയാത്തി, ഹയാത്തിൽ ഇംദാദ് ചെയ്യുന്നത് പോലെയാണ് വാക്കത്തിൽ, അതിനേക്കാൾ ഉപരിയാണ്. നുഖില അൻ സാഹിബ് കിതാബ് അമാലി താരീഖ് എന്ന കിതാബിന്റെ രചയിതാവിനെ തൊട്ട് അന്ന മൻ കതബ താരീഖ വലിയില്ലാഹി തആല, ഒരു വലിയിന്റെ താരീഖ് ചരിത്രം ഒരാൾ എഴുതി, കാലം അഹുബിൽ ജന്ന, സ്വർഗത്തിൽ കിട്ടും, നബീലിന് സ്വർഗത്തിലാണ്. ഇത്ര വിലക്ക് പറഞ്ഞ ഇത്ര എഴുതി. വമൻ ത്വാല ഇസ്മഹു ഫി താരീഖി, താരീഖിൽ കൂടി അദ്ദേഹത്തിന്റെ പേര് വായിച്ച് ഹുബ്ബല്ലഹു, അദ്ദേഹത്തിനുള്ള മഹബ്ബത്തോടുകൂടി അദ്ദേഹത്തിനെ സിയാറത്ത് ചെയ്ത ഹുക്മിലാണ്. സിയാറത്ത് ചെയ്തതെന്താ? വമൻ സാറ വലിയൻ ഗുഫിറത് ദുനൂബുഹു എന്നല്ലേ, ദോഷം പൊറുക്കപ്പെടും. മാലം യുദിഹി ഔ യുദി മുസ്ലിമ ഫീ തരീഖ്, അവിടെ പോയിട്ട് വലിയനും ശല്യം ഉണ്ടാക്കാൻ പാടില്ല. അവിടെയുള്ള തരീഖിനുള്ള ഒരു മുസ്ലിമിന് ശല്യം ചെയ്യാതെ എന്താക്കണം? ചേർത്ത് നോക്കണം. അവിടെ പോയി ഒന്നി തിരക്കി എടുത്ത് വെച്ചെടുക്കാൻ പോകുമ്പോഴത്തെ ആളായാലും പറ്റൂല. എവിടെ ഒഴിഞ്ഞു കിട്ടുന്ന അങ്ങനെ ഒഴിഞ്ഞു നോളാം. انتهى من مقدمة كتاب القرطاس لسيدنا علي بن حسن الأطاس رضي الله عنه. ബാബ് തീർന്നു. 7 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇനി നോർമൽ ഇന്നടക്കുക. ഇനി 3-ാമത്തെ ഫസലാണ്. ഇന്നൊന്നുമില്ല. ഇനി എന്തെല്ലാം മാതാവ് വാദിക്കണമെന്നാണ് പറയുന്നത്.